ഈ വീഡിയോ കാണുന്നവർക്കാണ് ഏറ്റവും ബെസ്റ്റ് ഓഫർ കിട്ടാൻ വേണ്ടി കേരളത്തിൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ആൾക്കാർ വീടിന്റെ അകത്ത് വണ്ടി എത്തും. വീടിന്റെ അകത്ത് വണ്ടി എത്തും. പിന്നെ വണ്ടികൾ വിളിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പരിഹരിച്ച് 100% തരുന്നതായിരിക്കും. ഒരാളെ പോലും നമ്മൾ വിഷമിച്ച് കൊടുക്കത്തില്ല വണ്ടികൾ. അതാണ് എന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. ഈ വണ്ടികളൊക്കെ എല്ലാ അത്യാവശ്യം നല്ല ഓഫറാണ്. നിങ്ങൾക്ക് ബെസ്റ്റ് ആണ്. ബാക്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോഴേ ഒരുപാട് വണ്ടികളുണ്ടാവും. ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും എനിക്കറിയാം. നല്ല കത്ത് നിൽക്കുന്ന സമയം ഹിമാലയന്റെ മൂഡ് നമ്മൾ 2.15 GT വണ്ടിയാണ്. പൾബർ വന്നിട്ട് 2 രൂപ കൊടുത്തേക്കും. കേരളത്തിൽ എവിടെ എത്രത്തോളം വില കുറച്ച് വണ്ടി കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളാണ് ഞാൻ. അതായത് മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് എവിടെ വണ്ടി കിട്ടും എന്ന് ചോദിച്ചാൽ ദാ ഇവിടെ കിട്ടും. നിങ്ങൾ ഇവിടെ വരുന്ന വണ്ടികളുടെ ഓരോ വണ്ടികളുടെയും റേറ്റ് കേട്ടാൽ കിട്ടും. അതായത് മോജോന്റെ റേറ്റ് കേട്ടാൽ കിട്ടും. അതുപോലെ തന്നെ എക്സ്പൾസിന്റെ റേറ്റ് കേട്ടാൽ കിട്ടും. റോയൽ എൻഫീൽഡിന്റെ വണ്ടികളുടെ റേറ്റ് കേട്ടാൽ കിട്ടും. ഇന്ന് നമ്മൾ പൊളിക്കാൻ പോവാണ്. യെസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ്. മൂസക്കാട് അടുത്താണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇവിടെ വില കുറവ് ഉണ്ടാകും എന്നുള്ളത് അല്ലേ? അപ്പൊ മാക്സിമം ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തോളി. നമ്മളൊരു പുതിയ വീഡിയോ വന്നിട്ടുണ്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവരും അറിയിച്ചോളി. ഈ വീഡിയോക്ക് ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. കാരണം ഒരുപാട് വണ്ടി കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഹെലികാം വിഷ്വലും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ വിഷ്വലുകളിലൂടെയും ഒരുപാട് കളർഫുൾ ആക്കിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മൂസക്ക, എന്താണ് പറയാനുള്ളത്? നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നമുക്ക് 2025 ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും നമ്മൾ ഫുൾ സ്റ്റോക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം റേറ്റ് കുറച്ച് എല്ലാ വണ്ടികൾക്കും ഒരു നമ്മൾ ഇട്ടിരിക്കുന്നതിനെക്കാട്ടിലും 15,000 രൂപ 20,000 രൂപ വരെ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് വിൽക്കാട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. 2019 മോജോ നമ്മൾ വിൽക്കാതിരിക്കുന്നത് വെറും 1,20,000 രൂപക്കാണ്. മാർക്കറ്റിൽ 19 മോജോ, അത് ഫസ്റ്റ് ഓണർഷിപ്പ്, തേർഡ് ഓണർ അല്ല, കംപ്ലൈന്റ് ഇല്ല, ഫുൾ നീറ്റ് ആയി ക്വാളിറ്റി ഉള്ള ബ്ലാക്ക് കളർ മുട്ടൻ സാധനം നമ്മൾ കൊടുക്കാൻ പോണത് വെറും 1,20,000 രൂപ മാത്രം. വെറും 1,20,000 രൂപക്ക്. അതുപോലെ തന്നെ ഓരോ വണ്ടികളുടെ ഡ്യൂക്കുകളുടെ ഒക്കെ ഒരുപാട് കളക്ഷനാണ്. BMW GS 310 അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട്. ഓഫ് റോഡ് ആണെങ്കിലും ഓൺ റോഡിന് പറ്റിയ നല്ല നല്ല പ്രീമിയം വണ്ടികളുടെ ഒരു കലവറയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇന്നത്തെ ഫുൾ വീഡിയോ കണ്ടോളി. ഇന്ന് നിങ്ങൾക്ക് മുതലാകും. ഫുൾ കളർഫുൾ ആയിരിക്കും. ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ്, പ്രൈസ്, കാര്യങ്ങൾ എല്ലാം പറഞ്ഞുതരാം. മാക്സിമം വില കുറച്ചിട്ട് 100% വീഡിയോ കണ്ടുവരുന്നതാണ്. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വണ്ടികൾക്ക് ഇത്ര രൂപ നമ്മൾ ഓഫ് റോഡ് കണ്ടി പോവാണ്. മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് ചെറിയ ലാഭം ഇട്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ എല്ലാ വണ്ടികളും കൊടുക്കും. അപ്പൊ മോജോന്റെ റേറ്റ് പറഞ്ഞാൽ നമ്മൾ നെട്ടിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഓരോ വണ്ടികളും ഹൈനസ് ആണെങ്കിൽ ഹൈനസിനും ഓഫർ ഉണ്ട്. ഹൈനസ് എന്ന് പറഞ്ഞാൽ 2022 മുകളിലാണ്. ആര് തരുമെന്ന് എനിക്ക് അറിയത്തില്ല. വെറും 1,40,000 രൂപ വേണ്ടി വണ്ടി പോകുന്നത്. 2022 രജിസ്ട്രേഷനുള്ള വണ്ടി, 2 ടയർ, 2 പുതിയ മാറിയ വണ്ടി, ബോഡി ക്വാളിറ്റി പക്ക കണ്ടീഷൻ വണ്ടി. അതും തേർഡ് ഓണറോ ഫോർത്ത് ഓണറോ ഒന്നുമല്ല, ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് വെറും 1,40,000 രൂപ എവിടെയും കിട്ടത്തില്ല. ഗ്യാരണ്ടി ഉറപ്പ്. കേരളത്തിൽ എവിടെയും കിട്ടില്ല. ഗ്യാരണ്ടി കിട്ടത്തില്ല. ഗ്യാരണ്ടി കിട്ടത്തില്ല എന്നാ പറഞ്ഞത്. ഷെയർ ചെയ്തോളിയൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ V4 2022 മോഡൽ V4 ആണ്. അത് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ എടുത്ത വില 1,45,000 രൂപക്കാണ്. ഞാൻ ഈ വണ്ടി 1,47,000 രൂപ തന്നേക്കാം. 2,000 ലാഭം. വെറും 2,000 അതായത് മാത്രം, വേറെ ഒന്നുമില്ല. എടുത്ത വില ഉൾപ്പെടെ പറഞ്ഞു തരുവാണ്. വണ്ടി വേറെ ടയേഴ്സ് 2 പുതിയതാണ്, ബോഡി ക്വാളിറ്റി പക്കയാണ്, നീറ്റ് ആൻഡ് കണ്ടീഷൻ പക്ക വണ്ടി. എന്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കണേ? നിങ്ങൾ വന്നതിന്റെ പേര് മാത്രം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ഇതുപോലെ സാധനങ്ങൾ കാണിച്ചു തരും. ഓക്കെ, അതുപോലെ തന്നെ ഈ വണ്ടി പൊതുവെ ഈ ഒരു കളറിൽ നമ്മൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. പക്ഷേ MT ഈ ഒരു കളറിലും എല്ലാം കാണാറില്ല കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഇത് 2022 മോഡലാണ്, ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ പേജ് ഇട്ടിരിക്കുന്ന 1,60,000 രൂപ 65 രൂപ വിൽക്കാട്ടിരിക്കുന്നത്. നമ്മൾ ഈ വണ്ടി നിങ്ങൾക്ക് വേണ്ടി പോകുന്ന 1,50,000 രൂപ കേട്ടോ. 1,50,000 2022 മോഡൽ വണ്ടിയാണ്. നല്ല ലാഭമാണ്. നിങ്ങൾ മാക്സിമം എടുത്തോ. പൾബറിന് വേണ്ടി മാത്രം തരുന്ന ഓഫറാണ്. അത്രയും നീറ്റുള്ള ക്വാളിറ്റി വണ്ടിയാണ്. 2 ടയർ പുതിയ ടയറാണ്. ബ്ലൂ കളർ വണ്ടിയാണ്, വെറൈറ്റി ആണ്. ഇനി ബ്ലൂ വേണ്ടാത്തവർക്ക് ബ്ലാക്ക് കുട്ടൻ വണ്ടി. യെസ്, എങ്ങനെയാണ്? ഇത് 2020 മോഡൽ വണ്ടിയാണ്. നോർമലി നമ്മൾ വിൽക്കുന്നത് 1,30,000 1,35,000 ഈ വണ്ടി ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് 1,23,000 രൂപ മാത്രമാണ്. ബ്ലാക്ക് കളർ കിട്ടത്തില്ല. കച്ചവടക്കാരെന്ന് ഒരിക്കലും കിട്ടത്തില്ല. വണ്ടി കൺഫേം ആയിട്ടും കിട്ടത്തില്ല. MTന്റെ സൗണ്ട് ഒന്ന് കേട്ടോളി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ആക്കേണ്ടി വരും. വണ്ടിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് വണ്ടികളൊക്കെ ഓടിക്കട്ടോ. അവിടെ BM GS 310 ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാനൊന്ന് ഓടിച്ചു കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇനി MT ഒക്കെ വേണമെങ്കിൽ ഇനി ഒരു റൗണ്ടൊക്കെ വേണമെങ്കിൽ ഓടിച്ച് കാണിച്ചു തരാം. ഇതിന്റെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടോളി എന്നാ പറയാനുള്ളത്. ഓക്കെ, നമ്മൾ MTയുടെ കാര്യം പറഞ്ഞു. എല്ലാം ബെസ്റ്റ് പ്രൈസ് ആണ്. ഇനി അങ്ങോട്ട് ബാക്കിലേക്കൊക്കെ ബെസ്റ്റ് പ്രൈസ് അല്ലേ പറഞ്ഞാൽ നമുക്കതിനകത്ത് വലിയ പ്രോഫിറ്റ് ആയിട്ടൊന്നുമല്ല. നമ്മൾ വണ്ടികളെല്ലാം നിങ്ങൾ വന്നതിന്റെ പേരിൽ ഈ വണ്ടികളെല്ലാത്തിനും മാക്സിമം ഓഫർ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപകാരപ്പെട്ട
ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാക്സിമം ഷെയർ ചെയ്തു. നിങ്ങളുടെ കാര്യം ഈ ഒരു വിലക്ക് കിട്ടത്തില്ല, ഗ്യാരണ്ടിയാണ്. അടുത്ത വണ്ടി ഇത് 2021 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, ടയർ രണ്ടും പുതിയതാണ്. ഈ വണ്ടിക്ക് നമ്മൾ നോർമലി ഇട്ടിരിക്കുന്നത് 1.48 വിൽക്കാതിരിക്കുന്നത്, പേജ് ഇട്ടിരിക്കുന്നത് 1.40 കൊടുത്തേക്കാൻ വണ്ടി. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്, പക്ക വണ്ടിയാണ്. ഓണർഷിപ്പ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ബുള്ളറ്റ് ക്ലാസിക്, അതും ഗൺ മെറ്റൽ ഗ്രേ. ഇത് 2018 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ വരാൻ വേണ്ടി പോകുന്നത്, വണ്ടി പക്ക കണ്ടീഷൻ വേറെ കുഴപ്പമൊന്നുമില്ല, സിംഗിൾ ഓണറാണ്, 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി ചോദിക്കുന്നത് പറഞ്ഞാൽ 1,05,000 രൂപ കൊടുത്തേക്കാം. 1,05,000 രൂപ. അതെ, ഹെലിക്യാമ്പ് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ട് ഇന്നൊരു കളർഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ മോളിൽ നിന്നുള്ള വിഷ്വലൊക്കെ എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. പവർ ക്ലാരിറ്റി വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല ഇതിൽ ക്ലാരിറ്റിയിൽ അല്ലേ? എല്ലാ വണ്ടിന്റെ വിഷ്വൽ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഗൺ മെറ്റൽ ഗ്രേ. ഇത് 2019 മോഡൽ വണ്ടിയാണ്, ഫസ്റ്റ് ഓണർ ആണ്. വണ്ടി കിലോമീറ്റർ ഓടിക്കുന്ന 40,000 കിലോമീറ്റർ ആണ്. ടയർ നോക്കുവാൻ 2 ടയറും പുതിയതാണ്, വേറെ കണ്ടീഷൻ പക്കയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ വണ്ടി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 1,10,000 രൂപക്കാണ്. 1,10,000 രൂപ. പിന്നെ വേറെ കാര്യമുണ്ട്, കച്ചവടക്കാരെ തെറി പറയരുത്, ഇത് ഒരു ഓഫറിന് വേണ്ടിയാണ്. ഇത് നമുക്ക് ഓഫറാണ്. നമ്മൾ വരുമ്പോ പൊതുവെ പല കടക്കാരും കുറച്ചൊക്കെ തരുന്ന, പക്ഷേ മൂസൊക്കെ ഇത്രയും കുറക്കുന്നു ഞാൻ വിചാരിച്ചില്ല. പല വണ്ടികൾക്കും ഇനി ഒരുപാട് ഓഫർ തെറിയൊന്നും പറയില്ല. അങ്ങനെ ഡീലിംഗ് പക്കയാണ്, അതാണ് നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതായത് കസ്റ്റമറോടാണെങ്കിലും മൂപ്പര് ഡീലിംഗ് പക്കയാണ്, നമുക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാം. അത് അത്രയും ക്വാളിറ്റിയിൽ നമ്മൾ ഉള്ള കാര്യം ഓപ്പൺ ആയി പറയും. അത് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്, വണ്ടി ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൂസൊക്കെ തന്നെ അത് ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 2019 മോഡൽ വണ്ടിയാണ്. നോർമലി നമ്മൾ ഒരു 1,22, 1,23 വിൽക്കായിട്ടിരിക്കുന്ന വണ്ടി. ഞാൻ ഈ വണ്ടി നിങ്ങൾക്ക് 1,10,000 രൂപ മാത്രമാണ്. അതും വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്, 46 കിലോമീറ്റർ ആണ്, 2 ടയറും 2 പക്കയാണ്, ചെയിൻ ഓക്കെയാണ്, ബോഡി ക്വാളിറ്റി ഓക്കെയാണ്. 1,10,000 രൂപ ബെസ്റ്റ് ഓഫറാണ്. അതുപോലെ തന്നെ നമുക്കൊരു ക്ലാസിക് ഒരു ബ്ലാക്ക് മാറ്റ് കളർ അല്ലേ, എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഈ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തരം വണ്ടികൾ വരുന്നത് എനിക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ല. ഇതിൽ വരത്ത് കുറച്ചും പ്രോഫിറ്റ് തരാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ പറ്റത്തുള്ളൂ. നഷ്ടം കുടുങ്ങിയിട്ടുണ്ടോ? ഇത് 2021 മോഡൽ 2 വണ്ടികൾ ഇരിപ്പുണ്ട്. ഈ 2 വണ്ടിക്ക് ഞാൻ 1.45, 1.42 ഇട്ടിരിക്കുന്നത്. നോർമലി വിൽക്കുന്ന വില തന്നെ അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് സെൽഫ് വരുന്നതും ABS വരുന്ന വണ്ടിയാണ്. വണ്ടി ഇറങ്ങുന്ന സമയത്ത് 2,20,000 വണ്ടിക്ക് ഉണ്ടായിരുന്നു. ഈ വണ്ടിക്ക് ഇപ്പൊ ഞാൻ 1,40,000 രൂപക്കും, ഈ വണ്ടിക്ക് 1,38,000 രൂപ തന്നേക്കാം. 1,38,000 രൂപ റെഡും 1,40,000 രൂപ ബ്ലാക്ക്. 45ഉം 42 ഇട്ടിരിക്കുന്നത് 4 രൂപ കുറച്ചും 5 രൂപ കുറച്ച് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഹിമാലയയുടെ ഒരു കളക്ഷൻ ആണ് ഇനി കാണാൻ പോകുന്നത്. ഹിമാലയ ഓഫർ 2016 വണ്ടി 1,12,000 രൂപ. 1,12,000 രൂപ. വേറെ സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടും 5th 4th ഒന്നുമില്ല, 2 ടയറും പക്കയാണ്, ചെയിൻ പക്കയാണ്, ബോഡി ക്വാളിറ്റി അത്യാവശ്യം ഓക്കെയാണ്. 16ന്റെ ആയിട്ടുള്ള കണ്ടീഷൻ പക്കയാണ് വണ്ടി. ഓക്കെ, ഇടയ്ക്കൊരു വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഹിമാലയ ഫാൻസിന്റെ ഒന്ന് കമന്റ് എന്തെങ്കിലും പറഞ്ഞ ചില വണ്ടികൾക്ക് ബാറ്ററി ഡൗൺ ആയിരിക്കും, ചില വണ്ടി നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ആക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഗ്യാരണ്ടി. നമുക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ 20 ദിവസം എഞ്ചിൻ വാറന്റി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടികൾക്ക് എന്തിനും കംപ്ലൈന്റ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. നമ്മൾ ആരെയും വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കത്തില്ല, അതാണ് മെയിൻ കാര്യം. പിന്നെ ഓൾ കേരള ഡെലിവറി ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ വണ്ടി എത്തിച്ചേരും. നിങ്ങൾ ഫുൾ പേയ്മെന്റ് തരണമെന്ന് ഒരു നിർബന്ധമില്ല. വെറും 5,000 രൂപ വന്നിട്ടും നിങ്ങളുടെ വീട്ടിൽ വണ്ടി എത്തിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വന്നതിന്റെ ഒരു 1,000 രൂപ കുറച്ച് നമുക്ക് തന്നാൽ മതി, ബാക്കി പൈസ ഫുൾ റീഫണ്ട് ചെയ്യും. അത് പോളി ഗ്യാരണ്ടി, അതാണ് പവർ, അതാണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഹിമാലയ. ഇത് 2018 വണ്ടിയാണ്. നോർമലി നമ്മൾ വിൽക്കുന്നത് 1.45 വിൽക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ വണ്ടി നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് വെറും 1,32,000 രൂപക്കാണ്. ബെസ്റ്റ് ഓഫറാണ്. 4th 5th ഓൺഷിപ്പ് ഒന്നുമില്ല, വെറും സെക്കൻഡ് ഓൺഷിപ്പ് മാത്രമാണ്. ഓക്കെ, നമ്മൾ വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഓഫറുകളാണ് നമുക്ക് തരാൻ പോണത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളും മാക്സിമം ശ്രമിച്ചാൽ മതി. അതായത് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ മൂപ്പർക്ക് തോന്നുന്നു വ്യൂസ് ഒക്കെ കൂടുന്നത്. മൂപ്പര് ഒന്നുകൂടെ അതാണ് പവർ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഹിമാലയ. ഇത് 2021 മോഡൽ വണ്ടിയാണ്, ഫസ്റ്റ് ഓൺഷിപ്പ് ആണ്, 27 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല കത്ത് നിൽക്കുന്ന സമയം ഹിമാലയന്റെ മൂഡ്. നമ്മൾ 2.15 വണ്ടിയാണ്. സ്പൾബർ വന്നിട്ട് 2 രൂപ കൊടുത്തേക്കാം, ഫൈൻ കൊടുക്കാം. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്, ഒരു ഗ്യാരണ്ടി, ഒരു കുഴപ്പമില്ല വണ്ടിക്കും. ഒരു മാസം വരെ ഈ വണ്ടി അറിയാതെ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ പാളി അത്ര നീറ്റുള്ള വണ്ടിയാണ് കേട്ടോ. ക്വാളിറ്റി വണ്ടിയാണ്. ബാക്ക് ടയർ ആണെങ്കിലും ഫ്രണ്ട് ടയറെല്ലാം ഓക്കെയാണ്. അതുപോലെ തന്നെ വണ്ടിയിലെ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത ഒരു വണ്ടി തന്നെയാണ്, വൃത്തിയുള്ള വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. ഓക്കെ, റൈറ്റ് പറഞ്ഞല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് വണ്ടി എങ്ങനെയാണ് ചോദിക്കുന്നത്? ഹിമാലയ
ഇത് 2020 മോഡൽ വണ്ടിയാണ്. 2020 മോഡൽ. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ടയർ നോക്കുകയാണെങ്കിലോ അധികം പർച്ചേസ് ചെയ്യുന്നതൊക്കെ പർച്ചേസിംഗ് ഫുൾ നമ്മൾ തന്നെയാണ്. എല്ലാവരും പോയി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മൈൻഡിൽ ഓർമ്മ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ കളക്ഷൻ പ്രീമിയം വണ്ടികൾ ഇവിടെ ഉണ്ടായിട്ട് ഇതിൽ ഓരോ വണ്ടികളും ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മോഡൽ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, റേറ്റ് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് 14 വർഷമായില്ലേ. എക്സ്പീരിയൻസ് ഇപ്പൊ നല്ലൊരു യാർഡ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. സെറ്റ് ആണ്. ടൗണിലോട്ട് വരാൻ വേണ്ടി പോവാണ്. ഉടനെ തന്നെ നമ്മൾ വരും. അപ്പൊ അത് കിടക്കാട്ട് നമ്മൾ ഇനാഗ്രേഷൻ ഒക്കെ ചെയ്ത് തരണം. എല്ലാവർക്കും എത്തിക്ക്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മളെ ടോക്കിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ വണ്ടിനെ പറ്റിയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി ഏതാണെങ്കിലും നിങ്ങൾ ഏത് ജില്ലയിലുള്ള ആളുകളാണെങ്കിലും ഒന്ന് കമന്റ് ഇടി കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഇത് 2020 മോഡൽ വണ്ടിയാണ്. നോർമലി എല്ലാവരും വിൽക്കുന്ന 185 190 മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് എല്ലാ ഭാഗത്തും വിൽക്കുന്നത്. നമ്മൾ ഈ വണ്ടി നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് അതെ 1,72,000 രൂപ തന്നേക്കാം. വണ്ടി 1,72,000 രൂപ. 2020 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. അത്യാവശ്യം നീറ്റാണ്. പിന്നെ ഈ വണ്ടിക്ക് ഒരു ഇതുണ്ട്. ഇവിടെ ചെറിയൊരു ഡെന്റ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ഉണ്ട്. ഈ വന്ന് സാധനം തട്ടുന്നത് ഒന്നുമില്ല. പറയുമ്പോ നമുക്ക് പറയണല്ലോ. അതുള്ളൂ. വലിയ സംഭവം ഒന്നുമില്ല. പിന്നെ ജസ്റ്റ് അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വേറെ മേജർ പ്രശ്നമുള്ള ഒന്നും വണ്ടിക്കത്തില്ല. നീറ്റ് വണ്ടിയാണ്. പക്കയാണ്. അതേപോലെ 2019 ഉണ്ട്. 2019 യെസ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. എങ്ങനെയാണ് ഹിമാലയക്ക് എങ്ങനെ കൊടുക്കും? ഞാൻ ചോദിക്കും എന്തെങ്കിലും മലപ്പുറത്തുനിന്നൊക്കെ ഓടിച്ചു തന്നല്ലേ എന്തായാലും ചെയ്തോളാണെന്നുള്ള മൂഡിലാണ്. 2019 വണ്ടി നമ്മൾ നോർമലി വിൽക്കാൻ അടിക്കുന്ന 1,55,000 രൂപക്കാണ്. ഈ വണ്ടി ഞാൻ നിങ്ങൾക്ക് പൾബറിന് വേണ്ടി 1,42,000 രൂപ തന്നേക്കാം. 1,42,000 രൂപ ഗൈസ് വന്നോളി. ഹിമാലയ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്തോളി, വന്നോളി. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ടയർ പുതിയതാണ്. വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കി ഫുള്ള് നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നു ഈ വണ്ടി 2022 മോഡൽ വണ്ടിയാണ്. 2021 മോഡൽ. സോറി 2022 മോഡൽ. 2021 മോഡൽ ഇന്റർസെപ്റ്റർ 275 നമ്മൾ നോർമൽ വിൽക്കാതിരിക്കുന്ന വണ്ടി. 2021 വണ്ടി. ഈ വണ്ടി ഞാൻ നിങ്ങൾക്ക് 2,65,000 രൂപ തന്നേക്കാം. വണ്ടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് കിടപ്പാണ്. നല്ല വണ്ടിയാണ്. നോർമലി ഒരു 280 നമുക്ക് വിൽക്കാൻ വണ്ടി. അവറേജ് ഇന്റർസെപ്റ്റർ അല്ലേ? ഇതിനൊരു എക്സോസ്റ്റ് മറ്റേ ഇതിന്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാലേ സെറ്റ് വേറെ മൂഡ് വേറെ ലെവലാണ്. അവിടെ കത്തിയോ? അവിടെ എന്താണ് സീനാവോ? ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരാൻ പോണ ഒരു GT ആണ്. ഇതും നമുക്ക് എന്തെങ്കിലും കിഡിൽ ഓഫർ. ഞാൻ 3,20,000 രൂപ വിൽക്കാതിരിക്കുന്ന വണ്ടിയാണ്. 2022 വണ്ടിയാണ്. കസ്റ്റമർ പേര് മാറി തരത്തിൽ പറഞ്ഞിട്ട് മാത്രം എന്റെ പേരിലോട്ട് മാറി. മുബീൻ മെഹബൂബ് എന്ന് പറഞ്ഞ പേര് കിടപ്പുണ്ട്. മുബീൻ മെഹബൂബ് എന്ന് പറഞ്ഞ പേര് ഒഫീഷ്യൽ പേര് അതാണ്. അതെ, അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഈ വണ്ടി വെറും 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഞാൻ 3 രൂപ ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് 3,00,000 രൂപ തന്നേക്കാൻ വണ്ടി. 3,00,000 രൂപക്ക് 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,30,000 വണ്ടിക്ക് വരെ ഉണ്ട്. 4,30,000 വണ്ടിക്ക് വരെ ഉണ്ട്. 1,20,000 സംതിങ് കുറച്ച് നിങ്ങൾക്ക് വണ്ടിയേക്കാം. GT ഒന്ന് സ്റ്റാർട്ട് ആക്കാഞ്ഞാലേ ആളുകൾ ഞാനൊരു പരാതി പറയും. മോനെ അടുത്തൊരു GT കൂടി ഉണ്ട് കേട്ടോ. അടുത്തൊരു GT കൂടി ഉണ്ട്. GT എന്ന് പറഞ്ഞാല് അത് വേറെ മൂടാ കേട്ടോ. ബാക്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോഴേ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും. ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും എനിക്കറിയാം. കാരണം വണ്ടി ഭ്രാന്തന്മാർക്ക് ഏത് വണ്ടി ഇഷ്ടമല്ല. എല്ലാ വണ്ടി ഞാൻ കൊണ്ടിരിക്കുന്ന പ്ലാറ്റിനാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ കുറച്ച് മുന്നേ ഇവിടെ വന്ന് പ്ലാറ്റിനമ്മിലായിരുന്നു പണ്ടൊക്കെ നമ്മളെ ഓട്ടം. എന്റെ മോൻ അതിഷ്ടമായിട്ട് ഓർക്കുന്നത് എന്താണ് നമ്മളെക്കാൾ ഓടുന്നവരുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ നമ്മളും പ്ലാറ്റിനം ഞാൻ വാങ്ങി പിടിച്ച് നിട്ടുണ്ട്. ഇത്ര ദൂരത്ത് നിന്ന് ആ വണ്ടിക്കകത്തൊക്കെ വരാനൊക്കെ പറഞ്ഞ ചെറിയ മൈൻഡൊന്നും പോലതേ. എണ്ണക്കാശ് വേണ്ടേ? എന്നാൽ പോലും ആ ഒരു എഫേർട്ടേ അല്ല. നമ്മളെന്താ വെച്ചാല് തുടക്ക സമയത്തില് നമ്മള് പ്ലാറ്റിനം പോകേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ ചിലപ്പോൾ ജനകീയ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറെ ഇത് ഉണ്ടായിട്ടോ. ഇതിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ കയ്യിൽ 10 പൈസ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഹോട്ടൽ തപ്പിയിട്ട് ഞങ്ങൾ ജനകീയ ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിരുന്നു. നമുക്ക് ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും ഇപ്പോൾ മൂസൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വയസ്സിൽ ഇത്രയും ആക്കിയെടുത്തത് മൂപ്പരൊരു വൻ ഹാർഡ് വർക്കാണ്. അല്ലാതെ ഒരാൾക്കും പെട്ടെന്ന് പഠിച്ചോ മുകളിൽ നിന്ന് ബിരിയാണി വെച്ച് തരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാക്സിമം റിസ്ക് എടുക്കണം. ഇപ്പം ഞാൻ എൻ്റെ മാക്സിമം എനർജി എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ സംസാരിക്കുന്നത് തന്നെ നമുക്ക് ഈ വീഡിയോ റീച്ച് ആവണം. നിങ്ങൾ 4 ആൾ ഈ വീഡിയോ കാണണം.
പലപ്പോഴും ഇപ്പൊ മഞ്ചേരിയിൽ നിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നില്ലേ ഒരു സ്പ്ലെൻഡർ എനിക്ക് സ്പ്ലെൻഡർ 10 രൂപന്റെ സ്പ്ലെൻഡർ ഞാനാണ് ഉപരി എടുത്തത്. അപ്പൊ ആ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് വണ്ടി അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് കൊറിയർ സംവിധാനത്തിലൂടെയാണ് എനിക്കത് വിട്ടുതന്നത്. മഞ്ചേരിയിൽ നിന്ന് വണ്ടി എടുക്കാൻ പോയപ്പോൾ ഒരു വയസ്സായ ഒരാൾ 65-70 വയസ്സുണ്ടാവും അയാൾക്ക്. ആള് പെട്ടെന്ന് ഹൈ സ്പൾബർ, അതായത് ഈ വീഡിയോ എടുക്കുന്ന സെയിം എനർജിയിൽ ഞാനാണ് അന്തം വിട്ടു. അതായത് ഞാൻ തന്നെ കീളി പോയി. ഇങ്ങനെ ഇയാള് എന്റെ പേര് മനസ്സിലല്ല, അത് അതേ എനർജിയിൽ എന്നോട് സംസാരിച്ചു. അതായത് നമ്മൾ വീഡിയോയില് കാണുന്നത് എങ്ങനെയാണോ അതേ എനർജിയാണ് നമ്മൾ പുറത്തുനിന്ന് നിന്നുള്ള മനസ്സാണ് അയാൾക്ക്. അങ്ങനെ എന്താണ് സുഖം തന്നെയല്ലേ, ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ സ്ഥിരമായി കാണാറുണ്ട്, നിങ്ങളെ സബ്സ്ക്രൈബർ കൂടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് കോരി ധരിച്ചതിന്റെ ഈ രോമങ്ങൾ മൊത്തം പൊന്തി. അമ്മാതിരി ചില സമയത്തൊക്കെ പല ആളുകളും കാണാറുണ്ട്. പക്ഷെ പ്രായമായ ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, അവർ എന്റർടൈൻ ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അത് വേറെ ലെവൽ. കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ എന്താണെന്നറിയില്ല, വണ്ടി ആയതുകൊണ്ടോ നമ്മുടെ സംസാരം ആയതുകൊണ്ടാണോ എന്താ നിങ്ങളുടെ ഒരു പവർ ഉണ്ടല്ലോ, അതാണ് പ്രത്യേകം നമ്മളോട് പറയാം. ഞാനത് തള്ളി പറയാ കാര്യങ്ങളാണ്. അത് എന്നോട് പല ആളുകളും നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വീഡിയോ കാണാൻ കുറച്ച് ചിലപ്പോൾ ചില ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെ പവർ കൊണ്ട് ആ വീഡിയോ ഞങ്ങൾ ഇരുന്ന് കാണാറുണ്ട്. അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം നമ്മളെ പവർ എടുത്ത് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ എൻ്റെ ശരീരം ഒന്ന് കാണിച്ചു തരാം, മൊത്തം വീർത്തായ കുലുങ്ങിയിട്ടുണ്ടാവും. ഞാനാണെങ്കിലും മൂസൊക്കെ ആണെങ്കിലും മൂസൊക്കെ അതേപോലെ സെറ്റ് ആയിരുന്നു. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് കൈവിട്ട് പോയോ എന്ന് സംശയം. ഈ ബ്ലാക്ക് GT ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ ഡീറ്റെയിൽസിന് വേണ്ടി. ഓക്കെ, പറഞ്ഞു. 2020 മോഡൽ വണ്ടിയാണ്, സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 4000 കിലോമീറ്റർ ഓട്ടുള്ളൂ. സെക്കൻഡ് ഓൺഷിപ്പ് ആകാൻ കാരണം പറഞ്ഞാല് ഇതേപോലെ പേര് മാറാൻ തരാൻ പറ്റത്തുണ്ട്. നമ്മുടെ സുഹൃത്തിന്റെ പേരോട്ട് മാറിട്ടെടുത്ത വണ്ടിയാണ്. നേരെ മാറിയിട്ട് വണ്ടി അത്യാവശ്യം നീറ്റാണ്, ചെറിയ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. കരി ഫ്രഷ് ആക്കി പോളിച്ച് ചെയ്ത് എല്ലാം പക്കക്ക് തരും. 2,75,000 രൂപ ഫൈൻ കൊടുത്തേക്ക് വണ്ടി നമ്മളെ വീട്ടിൽ കണത്തിച്ചരാം. കേരളത്തിൽ വീട്ടിൽ കണത്തിച്ചരാം. അതും 5,000 രൂപ ഫസ്റ്റ്, വെറും 5,000 വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ബാലൻസ് എമൗണ്ട് ഇത് മതി. ഓ, അങ്ങനെയാണോ? അതെ, നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അതൊന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. നമ്മള് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു ഈ വണ്ടി ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ കയ്യിൽ ഫുൾ എമൗണ്ട് നമുക്ക് തരണമെന്നില്ല. കാര്യം എല്ലാവർക്കും ട്രസ്റ്റബിൾ ആണെന്ന് നിർബന്ധമില്ല. നിങ്ങൾ വെറും 5,000 രൂപ നമുക്ക് ഗൂഗിൾ പേ തന്നാൽ ഈ വണ്ടി നിങ്ങളുടെ വീടിന്റെ വാർക്ക് എത്തിച്ചേരും. നിങ്ങൾക്ക് ഷോറൂമിലോ മെക്കാനിക്കെ കൊണ്ട് ചെക്ക് ചെയ്യാനോ എല്ലാ അവസരം നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി ഓക്കെ ആണെങ്കിൽ ബാലൻസ് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് തന്നാൽ മതി. ഓക്കെ, അതാണ് പവർ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വണ്ടികൾ ഈ മൂസനെ ഈ അങ്ങോട്ട് പോയിക്കോ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വണ്ടികൾ ബാക്കിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ നമ്മൾ ഡൊമിനാറിന്റെ കളക്ഷൻ ആണെങ്കിലും ഹൈനസിന്റെ കളക്ഷൻ ആണെങ്കിലും റോയൽ എൻഫീൽഡിന്റെ കളക്ഷൻ ആണെങ്കിലും ഡ്യൂക്കിന്റെ കളക്ഷൻ ആണെങ്കിലും RSന്റെ കളക്ഷൻ ആണെങ്കിലും V4 V3 അതുപോലെ തന്നെ 100 അങ്ങനെ പല രീതിയിലുള്ള വണ്ടികൾ നമുക്ക് ഒരുപാട് ഇനിയുണ്ട്. 100 വരുന്നുണ്ട്. എങ്ങനെയാണ് 100 വരുന്നത്? 100 സോറി 100 അല്ല, തണ്ടറും ആകെ കളി മാറി. ഓക്കെ, കിളി പോയി. 2018 മോഡൽ വണ്ടിയാണ്, 14 കിലോമീറ്റർ ഉള്ളൂ, ഫസ്റ്റ് ഓൺഷിപ്പ് വണ്ടിയാണ്. അത്യാവശ്യം വണ്ടി നീറ്റാണ്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 1,03,000 രൂപ ആണ്. നിങ്ങൾക്ക് വേണ്ടി 95,000 രൂപ തന്നേക്കാം. ബെസ്റ്റ് ഓഫർ 95,000 രൂപ. ബെസ്റ്റ് ഓഫർ, ബെസ്റ്റ് കിളി പോകുന്ന ഓഫർ. അതെ, അടുത്ത കിളി പോകുന്ന ഓഫർ ഉണ്ട്. അടുത്തത് കിളി പോകുന്ന ഓഫർ ഉണ്ട് എന്നാ പറയുന്നത് മൂസ. കിളി പോകുന്ന ഓഫർ 2021 മോഡൽ V4. അതും വണ്ടി 18,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുള്ള അതും M എഡിഷൻ വണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടി 1,27,000 രൂപ തന്നേക്കാം. 1,27,000 രൂപ. V3 കിട്ടത്തില്ലല്ലോ, 21 V3 കിട്ടത്തില്ല. 1,35,000 കൊടുക്കേണ്ടി വരും. M എഡിഷൻ അതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ്, അതും ഈ കളറ് അതൊക്കെ നോക്കിക്കോളി, വന്നോളി, കൊണ്ടേക്കോളി. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ സെറ്റ് ആക്കി തരുന്നതാണ്, വേറെ എവിടെ കിട്ടൂല കേട്ടോ. വേഗം വന്നോളി, കൊണ്ടുപോയിക്കോളി. മൂസക്കന്നോട് അതിന്റെ ഒരു കാര്യം ഒന്ന് മാക്സിമം വിളിപ്പിച്ചാളാണ്. നമ്മൾ കണ്ടാലും നല്ല വെയിലത്ത് ചൂട് വെയിലത്താണ് ഈ വീഡിയോ. ഒരുപാട് അവസ്ഥയാണ് ഇത്, ഭയങ്കര വെയിൽ തന്നെയാണ്. നമുക്ക് എങ്ങനെ നിങ്ങളോട് പറഞ്ഞുതരാൻ കഴിയുമെന്ന് അറിയില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു 23 വണ്ടിയാണ്, ഫസ്റ്റ് ഓൺഷിപ്പ് ആണ്. ഈ വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ 1,55,000 രൂപ ഫൈനൽ കൊടുത്തത്. 55,000 രൂപ, 1,55,000. 23 വണ്ടിയാണ്, 1,55,000 രൂപ. നീറ്റ് ക്ലീൻ വണ്ടി, 13 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുള്ളൂ, 15 സംതിങ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് RS എന്ന് പറഞ്ഞാൽ പൊതുവെ നിലവിൽ ഇപ്പൊ ഇറങ്ങാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് ആവശ്യക്കാരുണ്ട്. പക്ഷെ
കൊടുക്കണില്ല എന്നായിരിക്കും വണ്ടി കൊണ്ടുവരുന്ന അവസ്ഥ. അതെ അതെ അതെ. നല്ല പവർ, കാണാൻ ചെയ്യല്, ലുക്ക്, ഇതിന് പ്രത്യേക ഫാൻസും ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 1, 2, 3 വണ്ടിക്ക് കിടിലൻ ഓഫറാണ് വണ്ടി പോകുന്നത്. കിടിലൻ ഓഫർ. RSന്റെ 3 വണ്ടികൾ കിടിലൻ ഓഫറാണ്. ഈ വണ്ടി ഞാൻ എടുത്തത് 97,000 രൂപക്കാണ്. നമ്മൾ നോർമലിൽ ഒരു 1,10 ചോദിച്ച് വിൽക്കാം. പിന്നെ ചെറിയ ബാറിന് വരുന്നുണ്ട്. നമ്മൾ 1,12 ഇട്ടിരിക്കുന്നത്. ഞാൻ ഈ വണ്ടി നിങ്ങൾക്ക് 97 ഫൈനൽ തന്നേക്കാം. പോരെ? 97 ഫൈനൽ തന്നേക്കാം. എപ്പോഴും നമുക്ക് ലാഭം വേണം നിർബന്ധിക്കാൻ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇടക്കൊക്കെ നമ്മൾ മുതൽ കൊടുക്കുമ്പോൾ അവർക്ക് ഹാപ്പി ആവുമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് കളർ വീണ്ടും ഒരു RS വരുന്നത്. ഇത് എത്രയാണ് ചോദിക്കുന്നത്? ഇത് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. അത് സെക്കൻഡ് ഓണർ കേട്ടോ, വേറെ ഒന്നുമല്ല. സെക്കൻഡ് ഓണർ, ടയർസ് എല്ലാം പക്കയാണ്. ഇത് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇൻഷുറൻസ് എടുത്ത് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വണ്ടി പക്കയാണ്. 1,10 കൊടുത്തേക്കാം. 1,10 കൊടുത്തേക്കാം. അതെ, ഈ വണ്ടി കിളി പോവോ? ഉറപ്പായിട്ടും പോകും. 100%. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡൽ വണ്ടിയാണ്. എനിക്ക് ഈ വണ്ടിക്ക് ഓൾമോസ്റ്റ് ഒരു 1,31 വണ്ടിക്ക് വിലയായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 1,18 എടുത്ത വണ്ടി എന്റെ കയ്യിൽ നിന്ന് പമ്പും ബാറ്ററിയൊക്കെ പുതിയ മാറി വെച്ച് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. പമ്പ് എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ അതെ നഷ്ടങ്ങൾ സംഭവിക്കും തന്നെ. ചില ആൾക്കാർ വാങ്ങുന്നവർക്ക് എന്താ വേറെ വണ്ടി ഇപ്പൊ നിങ്ങളൊരു പ്രൊഫഷണൽ വണ്ടി കച്ചവടക്കാരായിട്ടുള്ള ഒരാളാണ്. വണ്ടി വാങ്ങുന്നവർക്ക് മൂപ്പരടുത്തുനിന്ന് വിശ്വസിച്ചിട്ട് വണ്ടി എടുക്കാം. കാരണം എന്താ വെച്ചാൽ മൂപ്പര് വണ്ടി എടുക്കുമ്പോൾ മൂപ്പരെ പെടുള്ളൂ. ആദ്യം എവിടുന്നേലും മൂപ്പര് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പര് പെടും. കാര്യം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇഞ്ചക്ടർ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്ക് ബേഡ് മറ്റു അങ്ങനെ കൊടുക്കുമ്പോൾ മൂപ്പര് സ്ഥാപനം നടത്തുന്ന ആളായതുകൊണ്ട് ഒരിക്കലും അത് നമുക്ക് എന്തെങ്കിലും കണ്ടീഷനിലാക്കി കൊടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കംപ്ലൈന്റ് ഉള്ളപ്പോൾ ഒരു ആക്സിഡന്റോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പര് അത് പറഞ്ഞിട്ട് കൊടുക്കും ചെയ്യും. ചേസ് മാറിയതോ അല്ലെങ്കിൽ അങ്ങനത്തെ ബെൻഡോ മറ്റേതോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ പ്രിഫിസ് നോക്കി നമ്മൾ എന്ത് വണ്ടി ചേസ് ബെൻഡ് ആണെങ്കിലും പോലും ചേസ് മാറി വണ്ടിയാണെങ്കിലും പറഞ്ഞേ കൊടുക്കത്തുള്ളൂ. കാര്യം ഒരു ഓഫർ ഇട്ട് കൊടുക്കത്തുള്ളൂ. അതൊരു നമുക്ക് പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് ആ പാപത്തിന്റെ ഒരു അംശം മാറി കിട്ടും. മനസ്സിലല്ലേ? നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരെ റീലൊക്കെ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. യൂസർ ബൈ കേരള എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കളിക്കണാണ്, ട്രെൻഡിങ്ങിന് കളിക്കുന്ന ഒരാളും കൂടിയാണ് മൂപ്പര്. കാരണം പലരെ ട്രോളും എടുക്കുന്നത് നമുക്ക് ട്രോളും ഞാനും അങ്ങോട്ടൊക്കെ. അതേപോലെ തന്നെ വലിയ 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 കൊമ്പത്തിരിക്കണാലൊക്കെ ട്രോൾ ഇട്ട് എടുക്ക് അംബാനിയേക്കാൾ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സാധനം ഈ വണ്ടി 1,25,000 രൂപ വന്നേക്കാം. വെറും 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയേഴ്സ് 2 പക്ക, ചെയിൻ പക്ക, ബാറ്ററി പക്ക, പുതിയ ഇഞ്ചക്ടർ ആണ്. വേറെ ഒരു കമ്പനിയും വണ്ടിക്കകത്തില്ല. 1 മാസം വരെ, അത് 2 മാസം വരെ എഞ്ചിൻ വാറന്റി തന്നേക്കാം. 2 മാസം എഞ്ചിൻ വാറന്റിയോ? അങ്ങനെയൊക്കെ വേണോ? അങ്ങനെ ഓരോരുത്തർക്ക് കൈ നിട്ടാണ് കൊടുക്കാൻ. ഇല്ല, കുഴപ്പമില്ല. ബാറ്ററി ഡൗൺ ആണ്. ബാറ്ററി ക്ലിയർ ആക്കി തരും കേട്ടോ. അതായത് ഇത്രയും കളക്ഷൻ വണ്ടി രാവിലെ തന്നെ എല്ലാ വണ്ടി എടുത്ത് ഓടിച്ചോണമെന്നില്ല, ചിലപ്പോൾ സ്റ്റാർട്ട് ആക്കി ഓണമെന്നില്ല. അപ്പൊ അങ്ങനെ ബാറ്ററി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് KTM-ന്റെ RC 125 ആണ്. RC 125 ആണ്. അപ്പൊ നാക്ക് ഉണ്ടാവോ? നാക്ക് എന്ന് പറഞ്ഞാൽ 1,15,000 രൂപ. 1,15,000. നീറ്റ് വണ്ടി. ടയേഴ്സ് ബോഡി ക്വാളിറ്റി ഒക്കെ ആവറേജ് ഉണ്ട്, പക്ഷെ ബോഡി ക്വാളിറ്റി പക്കയാണ്. ലാസ്റ്റ് 1,13. ഇത് അഡ്വാൻസ് ആയി. ഇത് ഞാൻ ഒരു ഡീലർക്ക് വണ്ടി കൊടുത്തു. കേരളത്തിലുള്ള എല്ലാ ഷോപ്പുകളും പോയിട്ട് വീഡിയോ ചെയ്യേണ്ടത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റേറ്റ് പറയണ്ടല്ലേ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന പുതിയ മോഡൽ ഇത് 2023 കൊണ്ടാണ്. വണ്ടി കിട്ടാനില്ല. കാര്യം വണ്ടി നിർത്തിപ്പോയി. പുതിയ ഷേപ്പ് ഇറങ്ങുന്നുണ്ട്. പുതിയ ഷേപ്പ് വരുന്നുണ്ട്. ഈ ഷേപ്പിനാണ് ഡിമാൻഡ് കൂടുതൽ. അതെ, ഈ വണ്ടി ഞാൻ ഇട്ടിരിക്കുന്നത് 2,15,000 രൂപക്കാണ്. നമുക്ക് ഈ വണ്ടി 2023 വണ്ടിയാണ്. സെക്കൻഡ് ഓണർ, ലോ കിലോമീറ്റർ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് ഒരു 2,08,000 രൂപ കൊടുത്തേക്കാം. 2,08,000 രൂപ. ഓ, 2,08,000. നിങ്ങളുടെ നാട്ടിലെ പല വലിയ ആൾക്കാർക്ക് ഈ വണ്ടി വിൽക്കുന്നത് 2,30,000 കുറച്ചൊന്നും ആരും വിൽക്കത്തില്ല വണ്ടി. കൊമ്പന്മാരും ചെറിയ ആൾക്കാർ പിന്നെ എപ്പോഴെങ്കിലും കിട്ടി കൊടുത്താൽ കൊടുത്ത് കൊമ്പന്മാരും ഈ വില കൊടുക്കില്ല. അങ്ങനെ ഉള്ളിലൊന്നും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന 200 ഡ്യൂക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഈ വണ്ടി 2020 മോഡൽ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ ആണ്. 30 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഈ വണ്ടി നമുക്ക് കൊടുത്തേക്കാം ഒരു 1,40,000 കൊടുത്തേക്കാം. 45,000. അതെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഡ്യൂക്ക് 125 ആണ്. ഡിഫറെന്റ് ആകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ഇത് 125 ആണ്. 2021 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 1,25,000 കൊടുത്തേക്കാം. 1,25,000 രൂപ കൊടുക്കാം. ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ വലിയൊരു
ചില ആളുകൾ പ്രൗഢിക്ക് വേണ്ടിയിട്ട് വണ്ടി എടുക്കും, ചില ആളുകൾ അത്യാവശ്യം പവർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ എടുക്കാം. പവർ കിട്ടാനല്ലാതെ ഒരു അത്യാവശ്യം എന്നാൽ 4 ആടേക്ക് പോകുമ്പോൾ ഡ്യൂക്ക് ഒക്കെ ഉണ്ടെന്ന് പറയാനാണെങ്കിൽ ഈ ഡ്യൂക്കിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ 200 250 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൈൻഡ് മാറി സെറ്റായി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഡ്യൂക്ക്, ഇത് 2020 മോഡൽ 125 ആണ്. അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടി വിൽക്കാട്ടിരിക്കുന്ന 1,22,000 രൂപക്കാണ്. 1,10 കൊടുത്തേക്ക് വണ്ടി. 1,10 നമുക്ക് കൊടുക്കാം. അതെ, ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടോ, വേറെ ആർക്കും അല്ല. വേറെ ആർക്കും അല്ല, ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനാണ്. വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങൾ മൂസക്കാരൻ്റെ അടുത്ത് പറയാണ് നമ്മൾ സ്പൾബറിന്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറയുകയാണെങ്കിൽ ഈ റേറ്റ്, കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റേറ്റ് മാറും. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 2020 മോഡൽ സംതിങ് ഇപ്പൊ എടുത്ത വണ്ടി, ലാസ്റ്റ് എടുത്ത വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്ക് 1,40,000 കൊടുത്തേക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ടയർസ് ബാക്ക് ടയർ പുതിയതാണ്. ഫ്രണ്ട് ടയർ ആവറേജ് താഴെ ഉള്ളു. ടയറിന് താഴെ ആണെങ്കിൽ നമ്മൾ അതൊന്ന് ക്ലിയർ ആക്കി തരാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ BMW GS 310 ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുന്നത്? ഈ വണ്ടി 2021 മോഡലാണ്. 11,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ജെന്യൂൻ കിലോമീറ്റർ ഹിസ്റ്ററി എല്ലാം കിടപ്പുണ്ട്. ഞാൻ എൻ്റെ ഒരു കളക്ഷനിൽ എടുക്കാൻ വിചാരിച്ചൊരു വണ്ടി കൂടി ആയിരുന്നത്, പക്ഷേ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 2,70,75,000 രൂപയാണ്. 2,70,000 സസ്പെൻഷന് കാര്യങ്ങൾ ഓടിച്ചു പോകാൻ, അതായത് ഇതിന്റെ 1,250 ഉണ്ട് അല്ലേ? ഏകദേശം സെയിം ലുക്ക് ഒക്കെ ഉണ്ട് കുറച്ചൊക്കെ അല്ലേ? അപ്പാച്ചിന്റെ ലുക്കിൽ അത്യാവശ്യം അത് സെയിം ആണ്. പിന്നെ പവറിൽ അപ്പാച്ചിന്റെ സെയിം എഞ്ചിൻ അല്ലല്ലോ ഇതിന് വരുന്നത്? അതെ, അപ്പാച്ചി RR ഒക്കെ സെയിം എഞ്ചിനാണ് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? 2,70,75,000 രൂപയാണ്. ഈ സെയിം വണ്ടി ആളെ പേരൊന്നും പറയത്തില്ല, എറണാകുളത്തൊരു ഡീലർ വിൽക്കാട്ടിരിക്കുന്നത്. ഈ സെയിം മോഡൽ വണ്ടി വിൽക്കാട്ടിരിക്കുന്നത് 3 ലക്ഷം രൂപ വിൽക്കാട്ടിരിക്കുന്ന. ഞാൻ അതിനെക്കാട്ടിൽ 25,000 കുറച്ച് വിട്ടിരിക്കുന്നത്. ബാറ്ററി ഡൗൺ ഉണ്ടോ? ബാറ്ററി ഡൗൺ ഉണ്ട്. സ്റ്റാർട്ടാവും വണ്ടി സ്റ്റാർട്ടാവും തോന്നുന്നു. സ്റ്റാർട്ടാണ്, സ്റ്റാർട്ടാക്കിയാണല്ലോ. ഞാൻ നക്കി കൊടുത്ത എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അതല്ലേലും പറക്കത്തുള്ള ചില കൈകള് താടി കണ്ട അല്ല പറക്കുന്ന മൂപ്പർക്ക്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, മൂപ്പര് ഫിനാൻസ് ചെയ്യുന്നില്ല. അപ്പോൾ ഫിനാൻസിന് വേണ്ടിയിട്ട് മൂപ്പർക്ക് വിളിക്കണ്ട. ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിനാൻസ് ചെയ്യാം. അതിനെന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിന്റെ പേപ്പേഴ്സ് വേണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇട്ടുതരാം. അതിന്റെ ഒറിജിനൽ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ് അയച്ചു തരാം. അത് നിങ്ങളും ഫിനാൻസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്തോണം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ചെറിയൊരു അഡ്വാൻസ്, ഒരു 5,000 അഡ്വാൻസ് തന്നാൽ ആ വണ്ടി നിങ്ങൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്യും. ഫിനാൻസ് പ്രോസസ്സിംഗ് വരെ നിങ്ങൾക്ക് വണ്ടി ഹോൾഡ് ചെയ്യാം, നിങ്ങൾക്ക് വണ്ടി എടുക്കുകയും ചെയ്യാം. ആ വണ്ടി നമുക്ക് എത്തിച്ചു തരാം, കുഴപ്പമില്ല. പോരെ? ഓ, അത് ഫിനാൻസിനെ പറ്റി ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ, അതുകൊണ്ടാണോ? ഓ, ഒന്ന് ഓടിച്ചു നോക്കിയാലോ നമുക്ക്? ഒന്ന് ഓടിച്ച് പോരടാ. പൊന്നളിയാ, പവറ്, ഇത് പവറ്. ഒരു റൗണ്ട് അടിക്കട്ടെ, മൊത്തത്തിൽ ഒരു റൗണ്ട് അടിക്കേണ്ടി വരും. ഇത് ത്രില്ലായിട്ടോ, ഇത് ഓടിക്കണ ഒരു ത്രില്ലായി. വൈബ് 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 കേട്ടോ. ഇത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. നിങ്ങൾ അതേപോലെ അനുകരിക്കരുത്. ഞാൻ ഒട്ടും ചെയ്തില്ല. നിങ്ങൾ ഒട്ടും ചെയ്തില്ലല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട്? ഒന്നുകൂടി ഓടിക്കണം, ഞാനും ഓടിക്കും. അപ്പോൾ നമ്മളെ ഹെലികാം ഓപ്പറേറ്റ് ചെയ്യുന്ന മൂപ്പർ പേരെന്തേര്? എബിച്ചേട്ടൻ. നമ്മൾ പറഞ്ഞു നിങ്ങൾ ഈ BMW ഓടിച്ചു വരാൻ ഭയങ്കര ചേലുണ്ട്, നിങ്ങൾ ഒന്നുകൂടെ അതിലൂടെ ഓടിച്ചു. ഭയങ്കര ഭംഗിയുണ്ട് ഒന്നുകൂടെ ഓടിക്കാൻ. അപ്പൊ ഞാൻ ഒന്നുകൂടെ അതിലൂടെ ഓടിച്ചു വരാം. എബിച്ചേട്ടാ, കറക്റ്റ് എടുത്തോണേ. ഓക്കെ ആണോ? ഓക്കെ, ഡൺ. യെസ്, കളക്ഷൻ എബിച്ചേട്ടാ കിട്ടില്ലേ? സെറ്റ് സാധനം എബിച്ചേട്ടൻ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ BMWന്റെ ഒരു 360 ഡിഗ്രി ഞാൻ നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്തോട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി? വേറെ ലെവല് സാധനം അല്ലേ? ഞാനിപ്പോൾ ഫ്രണ്ട് ഒന്ന് പൊക്കിയപ്പോൾ ബാക്കിൽ ഈ കട്ടൻ്റെ കുറച്ച് കളറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി വണ്ടിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞല്ലേ എൻ്റെ ഒരു ഡ്രീമിലുണ്ടായിരുന്നൊരു വണ്ടിയാണ്, പക്ഷേ പൈസ ഇല്ലാത്തത് കാരണം നമ്മൾ അതിലേക്ക് തിരിഞ്ഞില്ല ഗൈസ്. KL 86A
അല്ല സോറി 12222 അല്ലേ? അതെ അതെ. നല്ലൊരു അടിപൊളി വണ്ടിയാണ്. 222. എങ്ങനെയാണ് നമ്മള് ഈ വണ്ടിക്ക് 2,75,000 രൂപ. ഞാൻ പറഞ്ഞല്ലോ 3 ലക്ഷം രൂപ വിൽക്കാട്ടിരിക്കുന്ന വണ്ടി എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത ആളുടെ ഫോട്ടോ ഉൾപ്പെടെ ആയിട്ട് തരാം. ആരായിട്ടിരിക്കുന്നത് പേര് പറയത്തില്ല. പേര് പറയത്തില്ല. ഓക്കെ, നമുക്ക് ഇതോടെ കൊണ്ടുവച്ചിട്ട് മറ്റുള്ള ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തുടങ്ങിയാലോ? ചേട്ടൻ അവിടെ നൈസ് വീഡിയോ അല്ലേ? സെറ്റ് നൈസ് വീഡിയോ ആണെന്ന് പറഞ്ഞു. മൂസക്ക പറഞ്ഞാൽ പിന്നെ വേറെ രസമല്ല. നമുക്ക് എന്തായാലും അടുത്ത ഓരോ വണ്ടി ഇതേപോലെ കാണിച്ചു തരാം ഞാൻ. ഈ RX ഒക്കെ പൊക്കുമ്പോ സത്യം പറഞ്ഞാൽ അത് എഡിറ്റിംഗ് വിചാരിച്ചിരിക്കണേട്ടാ. ഇപ്പൊ മനസ്സിലായി. എങ്ങനെ സത്യം പറഞ്ഞാൽ RX പൊക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്തിട്ട് എഡിറ്റ് ചെയ്യാറുണ്ടാ ഇങ്ങനെ പൊക്കുന്നത് പൊന്തും. ഇത് പൊങ്ങിപ്പോ ബോധ്യപ്പെട്ടു. കഴിവുണ്ട്. ഞാൻ ഏത് പൊക്കും? കഴിവുണ്ട്. ഞാൻ GT ഇങ്ങനെ നിർത്തിയാണ്. മോനെ ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്നില്ല, പിന്നെ ഞാൻ സ്വകാര്യമായിട്ട് കാണിച്ചു തരാം. കാരണം വീഡിയോയിലൂടെ കാണിക്കും ഈ വയലൻസ്. നമുക്ക് മാർക്കോ പടം കണ്ടിട്ട് അതിൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അതുപോലൊക്കെ നമ്മള് വീഡിയോ ആക്കാൻ എനിക്ക് താല്പര്യമില്ല. മേ ബി നമ്മള് പൊക്കി കഴിഞ്ഞ് വലിയ വയലൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാണണ്ട 18 വയസ്സിന് മേലെ നിയമൊക്കെ വന്നാലോ. കളി മാറും. പിന്നെ നമ്മൾ കാരണം മൊത്തം കഞ്ഞിമുടി കുത്തും. വെറുതെ തമാശ പറയാട്ടോ, അതിലൊന്നും കാര്യമൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡ്യൂക്കാണ് അല്ലേ? എങ്ങനെയാണ് ചോദിക്കുന്നത്? ബെസ്റ്റ് റേറ്റ് ആണ്. 2020 മോഡൽ വണ്ടിയാണ്. നമ്മൾ 1.75 ഇട്ടിരിക്കുന്നത്. വെറും 14,000 കിലോമീറ്റർ ഉള്ള സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. വണ്ടി എന്ന് പറഞ്ഞാൽ അത്ര ഹൈ ക്വാളിറ്റി വണ്ടി. 1,70,75,000 വരെ നല്ല നല്ല അടിപൊളി ടയർ, നൂല് വരെ പോയിട്ടില്ല. കാര്യം അത്ര ക്വാളിറ്റി വണ്ടി പക്ക കണ്ടീഷൻ വണ്ടിയാണ്. 1,75,000 രൂപ. 14 കിലോമീറ്റർ. 14 കിലോമീറ്റർ വണ്ടി അല്ല, പുതിയ ടയർ മാറി. ടയർ മാറിയതാണ്. ഞാനതാ വിചാരിച്ചത്. 14 കിലോമീറ്റർ ടയർ ഞാൻ പറഞ്ഞെടുത്ത് പാളിയാന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ടയർ പുതിയത് മാറിയതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് റാലി എഡിഷൻ. ഇതാണ് ശരിക്കും നമുക്ക് പൊക്കാനും താഴ്ത്താനും ഓഫ് റോഡിനൊക്കെ പറ്റിയ വണ്ടി. നമ്മളിപ്പോ എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഓഫ് റോഡിനെ കുറച്ച് ബാധകരയാണ്. ഒരു ഫോർച്യൂണർ നമ്മളത് പണിപ്പുരയിലുള്ളത് ഒരു വെറൈറ്റി ഓഫ് റോഡ് കിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ ആണ് യൂട്യൂബിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവും. നമ്മളെ ഇൻസ്റ്റാഗ്രാമിന്റെ പേര് സ്പൾബർ. അപ്പൊ അതിൽ വന്ന് നോക്കിയാൽ അതുപോലെ തന്നെ യൂസർ ബൈക്ക് കേരള ബൈക്കിന്റെ കളക്ഷൻ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, നല്ല നല്ല ഓഫറാ. കഴിഞ്ഞ ദിവസം ഒരു സ്പ്ലെൻഡർ ഇട്ടിട്ട് അതിന്റെ അടിയിൽ ഞാൻ വന്ന് കമന്റ് ഇട്ട് ആ വണ്ടിച്ചുമാണെന്ന് പറഞ്ഞ ആകെ തല്ല. ആ വണ്ടി ഞാൻ എടുത്തു ചെയ്ത്, അതായത് ഒരു 10,000 റുപ്യക്ക് മൂപ്പര് സ്പ്ലെൻഡർ കൊടുക്കാന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട്. ഞാൻ മൂപ്പര് ഓൾറെഡി ഫോളോവർ ആണല്ലോ, ഫോളോവറിന് കൊടുക്കുന്ന പറഞ്ഞത്. ഞാൻ നേരെ നോക്കി അപ്പൊ തന്നെ വിളിച്ച് മൂസക്ക ആ വണ്ടി എടുത്ത് വെച്ചോ. തൊട്ട് മുമ്പ് പയ്യനെ വിളിച്ചായിരുന്നു. ചേട്ടാ ഇതുപോലെ വണ്ടി എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട്, ആ വണ്ടി എനിക്ക് തരുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നേക്കാം, വണ്ടി തരാം. അപ്പം ചേട്ടാ അത് ഞാൻ വന്ന് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ലാഗായി. നോക്കാന്ന് പറഞ്ഞ് പിന്നെ പുള്ളി ഫോണും കട്ട് ചെയ്ത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു തന്നേക്കാൻ വേണ്ടി എടുത്തേക്കാം, എടുത്തോളം പറഞ്ഞു. അതിന് പുറകെ എനിക്ക് തോന്നുന്നു ഒരു 1000 കോടി മേളിൽ ഒരാള് കമന്റ് ഇട്ടുണ്ടായിരുന്നു. പുള്ളിക്കൊക്കെ എന്തിനാണ് ഈ സ്പ്ലെൻഡർ ഒക്കെ, പുള്ളിക്കൊക്കെ വണ്ടി അത്യാവശ്യം ഇല്ലേ, മനസ്സിന്റെ ഉള്ളിൽ അതാ. പക്ഷെ വണ്ടി കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ സ്പ്ലെൻഡർ ഇങ്ങനത്തെ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വണ്ടിയോട് പല ആൾക്കാർക്ക് പല വികാരമാണ്. അപ്പൊ സ്പ്ലെൻഡർ ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ RX ഇഷ്ടമാണ്, RX Z ഇഷ്ടമാണ്, ഹിമാലയ ഇഷ്ടം, അങ്ങനെ എല്ലാ വണ്ടി നമുക്ക് എല്ലാ വണ്ടി ഇഷ്ടമാണ്. കളക്ഷൻ ആയിട്ട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വണ്ടി നിറച്ചിങ്ങനെ വേണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എല്ലാവർക്കും അങ്ങനെ തന്നെ കാര്യം. പക്ഷേ പല ആൾക്കാർക്കും സ്വപ്നങ്ങൾ നടക്കാത്ത പ്രശ്നമായിരിക്കും. അപ്പോൾ ഞാനൊരു 10,000 റുപ്യക്ക് സ്പ്ലെൻഡർ ഉണ്ട്. അപ്പോൾ എനിക്കത് വണ്ടി എടുത്തിട്ട് അന്ന് റീസ്റ്റോർ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. എനിക്ക് ആ വണ്ടി വേണമെന്നില്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. അല്ലേ, നമ്മളത് വണ്ടി പിന്നെ റീസ്റ്റോർ ചെയ്തിട്ട് നമുക്കാണ് കൊടുക്കുക, നമ്മളെ ഫോളോവേഴ്സിനെ കൊടുക്കുക അല്ലേ. അതാണ് പവർ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ റാലി എഡിഷൻ 2022 മോഡൽ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടി വിൽക്കാട്ടിരിക്കുന്നത് പറഞ്ഞാൽ 1,40,000 ഒക്കെ വിൽക്കാട്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ 1,33,000 കൊടുത്തേക്കാം. 7,000 ഇത് ഫൈനൽ ഇട്ടിരിക്കുന്ന വില കേട്ടോ. 1,35 ഞാൻ കൊടുക്കാത്ത വണ്ടിയായിരുന്നു. 1,33 കൊടുത്തേക്കാൻ വേണ്ടി 33 കൊടുക്കാം നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എക്സ്പൾസ് 4 വാൾവ് 2023 രജിസ്ട്രേഷൻ വണ്ടിയാണ്. കിലോമീറ്റർ 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1,30,000 പേജ് ഇട്ടിരിക്കുന്നത്. 1,25,000 കൊടുക്കാം, നമുക്ക് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റാലി വീണ്ടും വരുന്നു. അതെ, റാലിക്കുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡാണ്. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഹൈറ്റുള്ളവർക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. നല്ല ഹൈറ്റ് വേണം. പിന്നെ ഹൈറ്റ് ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓടിക്കാറുള്ളവർക്ക് ജസ്റ്റ് ഇപ്പം എനിക്കിത് കാല് ശരിക്കും എത്തൂല, പക്ഷേ ഞാൻ ഇത് ഓടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇത് ഓടിക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെനിക്ക് 2 സൈഡിലും കറക്റ്റ് കാലെത്തൂല. മറ്റുള്ള വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കാലെത്തും. ഇത് ഒരു കാല് ഇത്രയും താഴ്ത്തലാണ് നമുക്ക് എത്തുള്ളൂ. പക്ഷേ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സ്റ്റാൻഡ് എത്തുമ്പം ഇവിടെ കാല് വന്നിരിക്കും,
ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ എത്തും, സിഗ്നലിൽ എത്തുമ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അതായത് നമുക്ക് ഒരിക്കലും മറ്റുള്ള വണ്ടികളെ പോലെ രണ്ട് സൈഡിലും കാലി കുത്തിയിട്ട് ഈസി ആയിട്ട് നിൽക്കുക എന്നുള്ളൊരു ഇതല്ല. പക്ഷെ ഇത് ഓടിക്കാനൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാലും എന്തായാലും ഇതിന് ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. ഇത് 2023 വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ 1.45 ഇട്ടിരിക്കുന്നത്. ഈ വണ്ടി 1,35,000 രൂപ ഫൈനൽ കൊടുത്തേക്കാം. 1,35,000 ഫൈനൽ. ഈ അതിന്റെ ഇടയ്ക്ക് ഒന്ന് പോയിക്കോ, ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ പോകണ്ടോ, ഒന്ന് ഓടിച്ച് കാണിച്ചത്. യെസ്, റാലിയാണ്, റാലി എക്സ്പൾസ് റാലിയാണ്. നല്ല പവർ അത്യാവശ്യം ഇതുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അവിടെ തന്നെ വെക്കാം. അടുത്ത വണ്ടി മൂസക്ക, അടുത്ത വണ്ടി ജാവ. നിങ്ങളൊരു ഓഫർ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞതാണോ? ജാവ ഓഫർ ബെസ്റ്റ് ഓഫർ ആണോ? അതെ. ഓക്കെ, ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് തള്ളിയിട്ട് ബാക്കിലേക്ക് വെക്കാം. കാരണം ഹൈറ്റുള്ള വണ്ടി ആയതുകൊണ്ട് കാലോട്ട് രണ്ടുകൊണ്ടും പെട്ടെന്ന് അങ്ങോട്ട് എടുത്തിട്ട് പോകാൻ കഴിഞ്ഞില്ല എനിക്ക്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ശരി ശരി ശരി. ഞാൻ വണ്ടി വരുന്നില്ല അങ്ങോട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ജാവ. അതെ, ജാവ ഡബിൾ എക്സോസ്റ്റ് വരുന്ന നല്ല അടിപൊളി പവറുള്ള പൊട്ടുള്ള വണ്ടിയൊക്കെയാണ്. പക്ഷെ ആദ്യത്തെ അത്ര മാർക്കറ്റ് പൊതുവെ ഇല്ലെങ്കിലും അതിലും കുറച്ചല്ലേ ഞങ്ങൾ കൊടുക്കുന്നത്. ഉറപ്പായിട്ടും 100%. അതാ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി. അതിന്റെ ബീച്ച് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. റോട്ടിലൂടെ ഓടിച്ച് പോകുമ്പോൾ നമ്മൾ ത്രോട്ടിലൊക്കെ കൊടുക്കുമ്പോഴല്ലോ ഓട്ടോക്കേത്തൊക്കെ പോകുമ്പോൾ അതിന്റെ ഒരു പവർ ആ ബാക്കിൽ നിന്ന് തള്ളി പോകുന്ന ഒരു ഫീൽ കിട്ടുന്നത് പൊട്ടിച്ചുണ്ടല്ലോ, വേറെ ലെവലാ. പൊട്ടിച്ച അതിലും വേറാണ്, വേറെ ലെവൽ. സൈലൻസർ മാറിയ വേറെ ലെവൽ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഈ ക്രോം കളറാണ്. 2019 വണ്ടിയാണ്, ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. 20 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, എടുക്കുന്ന ആൾക്ക് ചെറിയൊരു ടച്ചിങ് ഉണ്ട്. ഇവിടെ കണ്ടത്, ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളൂ, ചെയ്തിട്ടില്ല. എടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ടയറും ആവറേജ് ഉള്ളൂ. ഈ വണ്ടി നമുക്ക് 85,000 രൂപ കൊടുത്തേക്കാം. 85,000 രൂപയ്ക്ക്. അതെ, ഇനി അങ്ങോട്ട് ഒരുപാട് വണ്ടികൾ ഇനിയും കാണിക്കാണ്ടല്ലോ. നിറച്ച് വണ്ടികളാണ്. മെറ്റിയോർ എത്രയാണ് ഇരിക്കുന്നത്? 2021 മോഡൽ വണ്ടിയാണ്, ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി 1.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. നോർമലി നമ്മൾ ഈ വണ്ടി വിൽക്കാട്ടിരിക്കുന്നത് ഇപ്പോൾ 1,62,000 രൂപ. 12,000 രൂപ കുറച്ച് 1.5 ലക്ഷം രൂപ വണ്ടി കൊടുത്തേക്കാം. പിന്നെയും ചെറിയ ഒരു രീതിയിൽ നമുക്ക് ബാർഗൈൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ബാർഗൈൻ ചെയ്തിട്ടും പിന്നെയും നിങ്ങൾക്ക് വേണമെങ്കിൽ മൂസക്കാന്റെ തോളത്തൊക്കെ ഒന്ന് കൈവച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഹാൻഡിലൊന്നും ഇരുന്നോ ഇതിന്റെ? അതെ, ഇതും കൂടെ ആക്കിയത്, ചരിച്ചാക്കിയത്. അങ്ങനെ ഓടിക്കാൻ കംഫർട്ട് ക്രൂയിസ് മോഡൽ ആക്കിയത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന ഈ ഒരു 2021 മോഡലാണ് വണ്ടിയാണ്. ഈ രണ്ട് വണ്ടി 21 മോഡലാണ്. റേറ്റ് 2021 മോഡൽ വണ്ടിയാണ്. രണ്ട് വണ്ടിക്ക് കൂടെ നമുക്കൊരു 1.55 വന്നേക്കാം. 1.55 കേട്ടോ. അതെ, അതേപോലെ തണ്ടർബേർഡിന്റെ 500 വെറൈറ്റി കളർ. അതെ, വെറും 9,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയാണ് അല്ലേ? ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഹൈനസ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 32,000 കിലോമീറ്റർ ഓടിയ പുതിയ ടയർ ഫ്രണ്ട് മാറ്റുണ്ട്, ബാക്ക് ടയർ ആവറേജ് ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഞാൻ ഈ വണ്ടി എടുത്ത് 1,45,500 ഒക്കെ എടുത്തത് 1,45,000 രൂപ തന്നേക്കാം. 500 നഷ്ടമാണ്, പോട്ടെ, കുഴപ്പമില്ല. ഡീലർ എന്നോട് 1,50,000 രൂപ ഞാൻ കൊടുക്കാൻ വണ്ടി കേട്ടാ. ഞാൻ അന്ന് വണ്ടി കൊടുത്തില്ല. വണ്ടി എന്തുകൊണ്ട്? കാരണം വേറൊന്നുമില്ല, നിങ്ങൾ വന്നതിന്റെ പേര് മാത്രമാണ് ഈ വിലയ്ക്കാൻ തരുന്നത്. നമ്മളെ ഫോളോവേഴ്സിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അതായത് മാക്സിമം കസ്റ്റമർ, നമ്മൾ ഇപ്പോൾ ഒരു ഗാരേജിൽ തുടങ്ങിയ ഒരാളാണ്, ഒരു യൂസ്ഡ് ബൈക്ക് കേരള 180 എത്ര 190 അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ 200 അതിൽ മേലെ കിടക്കും. നല്ല അടിപൊളി ഗീവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി. ഒരുപാട് പേര് സ്പൾബറിന്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര ഫോളോവേഴ്സ് കാരണം. താങ്ക് യു. മനസ്സിലായി, ഫസ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഗോവിന്ദാണ്, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതെ, ആ ഗോവിന്ദിന്റെ അടിപൊളി യൂട്യൂബ് വീഡിയോയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു. ആ വീഡിയോ ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അടിപൊളി വീഡിയോ ആണ്. ഗോവിന്ദ് ഹായ്, ഗോവിന്ദ് അറിയാമെങ്കിൽ നമ്മളറിയെങ്കിൽ ഒരു ഹായ് തരണേ. താഴെ ഒരു കമന്റ് ഇട്ടാൽ അടിപൊളി, വലിയൊരു ഉപകാരമായി. അപ്പോൾ നിങ്ങളെ വീഡിയോ ഇവിടുത്തെ അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു അത്. ഞാനത് കണ്ട് ഇരുന്ന് പോയി. കാരണം പ്രത്യേകിച്ച് മൂസക്കാരൻ്റെ 3 കളക്ഷനാണ് കാണാൻ പോണത്. അതിൽ ഗോവിന്ദിൻ്റെ സംസാരവും ഗോവിന്ദിൻ്റെ ആംഗിളും വീഡിയോസ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കണ്ട് ഞാനും ഇരുന്ന് പോയി. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഈ ഒരു മൂസക്കാരൻ്റെ ഗാരേജിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്ക് വളർച്ച ഫുള്ള്, അതിനുശേഷം ഫിലിക്സ് പക്ഷിയെ പോലെ പറന്നങ്ങോട്ട് കയറി. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ ഈ കാണുന്ന വീഡിയോസ് കാണുന്നത് മാത്രമാണ് ഇത്ര ഓഫർ നമ്മൾ തരുന്നത്. മാക്സിമം മനസ്സിലാക്കാൻ തരാൻ കാരണം അതുകൊണ്ട് തന്നെ. അതെ, അതാണ് വേണ്ടത്. അപ്പൊ നമ്മളോട് ഒരു കമ്മിറ്റ്മെന്റ് മൂപ്പർക്ക് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഈ വണ്ടി 2022 മോഡലാണ്. ഞാൻ 40 പേജ് ഇട്ടിരിക്കുന്നത്. ഈ വണ്ടി ഞാൻ 1,25,000 രൂപ തന്നേക്കാം. വണ്ടി 1,25,000, 15,000 രൂപ കുറച്ച്. അപ്പൊ എന്ത് പ്രോഫിറ്റ് കിട്ടും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത് ഈ ഒരു
വണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ മറ്റുള്ള വണ്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ ഉള്ളിലൂടെ ആ സൈഡിലേക്ക് കാണാം. ഇത് ഭയങ്കര തിക്നെസ് ആണ്. ഇതിന്റെ റേഡിയേറ്റർ ഫാൻ ആണെങ്കിലും ഇതിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് കാണാനുള്ള ഭംഗി അത് വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഓടിച്ചു പോകാനാണെങ്കിലും സെറ്റ് വണ്ടിയാണ്, ഫുൾ സെറ്റ് പവറാണ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ പവർ ഒന്ന് കാണിച്ചു. ഓ പവർ സാധനം. ഇത് രാവിലെ തന്നെ അതിരാവിലെ നമ്മളെ മൂസക്കാന്റെ പിള്ളേരെല്ലാവരും ഇവിടെ ഓടിച്ചു കൊടുന്ന് വെച്ച വണ്ടി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ റേസൊക്കെ ആക്കുന്നത്. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെച്ച വണ്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ബജാജ് ഡൊമിനാർ, കിളിക്കുഞ്ഞി കിളിപ്പച്ച വണ്ടി. അതെ, 2019 വണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഇട്ടിരിക്കുന്ന വില എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പേജ് ഇട്ടിരിക്കുന്ന അത്യാവശ്യം വലിയ വില ഇട്ടിരിക്കുന്നത്. വലിയ വില എന്ന് പറഞ്ഞാൽ പൊതുവെ നോർമൽ കൊടുക്കുന്നതല്ല. അത് തന്നെ. അന്ന് വേറൊന്നുമില്ല, വണ്ടി അത്യാവശ്യം വണ്ടി ചില സമയത്ത് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ നല്ല വില എടുക്കും വണ്ടി. ഇപ്പം ഈ വണ്ടിയാണെങ്കിൽ ഞാൻ ഒരു 1,30,000 കൊടുത്തേക്കാം. അതെ, 2019 മോഡലാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല അടിപൊളി വണ്ടി ഒന്ന് കഴുകി പോളിഷ് ഒക്കെ ചെയ്ത് നമ്മൾ നീറ്റ് കൊടുക്കും. പൊടിയൊക്കെ അടിച്ച് കുറച്ച് ഇരിപ്പുണ്ട്, നമ്മൾ പക്കേ കൊടുക്കും. ഗാരേജിൽ വെക്കുന്നതുകൊണ്ടാണ്. ഗാരേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളേരിയ ആയതുകൊണ്ട് കൂടിയാണ്. അത് നമുക്ക് എന്തായാലും ഈ ഒരു പബ്ലിക് ഒന്നുകൂടി നല്ലൊരു സിറ്റിയിലെ ടൗണിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതെ, അപ്പൊ ഫുള്ള് നമുക്ക് ഗാരേജിലോട്ട് ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ച് കയറുമ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ കയറും. പുറത്തോട്ട് ആകുമ്പോൾ ഫുൾ ഗ്ലാസ് ഒക്കെ ഇട്ട് നമ്മൾ ഒരു ആഗ്രഹം ഡ്രീമാണത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഡൊമിനാർ വരുന്നുണ്ട്. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 2022 വണ്ടിയാണ്. 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്, പക്ക കണ്ടീഷനാണ്. നമ്മൾ 1.85 പേജ് ഇട്ടിരിക്കുന്നത്. നമുക്ക് നിങ്ങൾക്ക് വേണ്ടി 1.75 തന്നേക്കാം. 1.80 പറഞ്ഞിട്ട് കൊടുക്കാറുന്ന വണ്ടിയാണ്. 5,000 വീണ്ടും കുറച്ച്. അതേപോലെ ഇത് ഓഫർ ഉണ്ട്. ഇതിലൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എല്ലാം എടുത്തെടുത്ത് പറയുന്നില്ല. ടൂറിംഗ് എഡിഷൻ രണ്ട് വണ്ടിയാണ്. ടൂറിംഗ് എഡിഷൻ. അതെ, ടൂറിംഗ് എഡിഷൻ ആണ്. ഇത് രണ്ടും ഒരാൾ എടുത്ത വണ്ടിയാണോ? ഈ സാധനമൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെയിം അല്ലേ? സെയിം എല്ലാ സാധനവും സെയിം. ഇതാണ്ടോ, ഈ രണ്ട് വണ്ടിക്കും രണ്ട് ഫുഡ് റെസ്റ്റിന് എക്സ്ട്രാ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഈ ഡൊമിനാർ 2022 മോഡലാണ്. ഈ വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 1,60,000 മാത്രമാണ്. കൺഫേം. അത് മാത്രം എന്ന് പറയുമ്പോൾ വിചാരിച്ചോണം വില എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന 400 250 ഇല്ലേ ഡൊമിനാർ? 250 ഇരിപ്പുണ്ട് അല്ലേ? ഇത് 250 കണ്ട 400 ആണല്ലോ. അത് മാത്രമേ ഉള്ളൂ. കൊണ്ടിടക്കാനുള്ള ഒരു ഈഗോ പ്രശ്നമുണ്ട്. 400 എന്നുള്ള നേരെ ഒട്ടിച്ചു അല്ലേ? ഓക്കെ, അത് സിമ്പിൾ ആണ്. ഡൊമിനാർ ആണെങ്കിലും അതുപോലെ തന്നെ ഡ്യൂക്ക് ഒക്കെ ആണെങ്കിലും ഏകദേശം സിമ്പിൾ ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ 2017 മോഡലാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സംതിങ്. എങ്ങനെയാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 95,000 കൊടുത്തേക്കാം. 95,000 കൊടുത്തേക്കാം. അതെ, 95 കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് 2021 മോഡലാണ്. വെറും 14 കിലോമീറ്റർ ഉള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി നോക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 1,25,000 കൊടുത്തേക്കാം. വണ്ടി 1,25,000 കൊടുത്തേക്കാം. അതെ, ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 2020 മോഡൽ വണ്ടിയാണ്. പക്ക വണ്ടിയാണ്. 20 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന 1.55 1,00,000 കൊടുത്തേക്കാം. വണ്ടി ടയർ രണ്ടും പുതിയതാണ്. ചെയിൻ പക്കയാണ്, ബോഡി ഒക്കെയാണ്, എല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് 2021 മോഡൽ വണ്ടിയാണ്. ആഗ്രഹിക്കുന്ന ഞങ്ങളെ സുഹൃത്തുക്കൾക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് ഇപ്പൊ തന്നെ. ഇത് നീറ്റ് വണ്ടിയാണ്. നീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പക്കായിട്ട് ഉപയോഗിച്ച കസ്റ്റമർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 2021 മോഡൽ വണ്ടിയാണ്. ടയർ ചെയിൻ എല്ലാം പക്ക, ബോഡി കൂടി നീറ്റ് ആണ്. 1,50,000 കൊടുത്തേക്കാം. 63 ഇട്ട വണ്ടിയാണ്. 1,00,000 കൊടുത്തേക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് BMW. അതെ, യെസ്, അത് നേരത്തെ പറഞ്ഞ ആ സാധനല്ലേ? സെയിം എഞ്ചിൻ തന്നെ ആയിരിക്കും, പക്ഷേ നമുക്ക് ഓഫ് റോഡ് പർപ്പസിൽ കുറച്ചുകൂടി കൂടുതൽ അതുപോലെ തന്നെ ആക്ഷൻ കാര്യങ്ങളും കിട്ടുന്ന ഒരു വണ്ടിയാണ് അത്. പക്ഷെ ഇതൊരു ഓൺ റോഡ് പർപ്പസിലാണ് കൂടുതൽ ഇതാണ്. അപ്പാച്ചി RTRന്റെയും ഒക്കെ സെയിം, സോറി RTR അല്ല, അപ്പാച്ചി RRന്റെ സെയിം എഞ്ചിനാണ് നമുക്ക് ഏകദേശം ഇത് വരുന്നത് കേട്ടോ. ഓക്കെ, RR 310. ഓക്കെ, 2021 മോഡൽ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ ആണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഈ വണ്ടി തരാൻ വേണ്ടി പോകുന്നത് ബെസ്റ്റ് ഒരു ഓഫറാണ്. 1,95,000 തന്നേക്കാം. അടിപൊളി. 1,95,000 വ്യത്യാസം അടിച്ചു. രണ്ട് സെയിം മോഡൽ തന്നെയാണ്. ആ വണ്ടിക്ക് ചോദിക്കുന്നത് 2,75, ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 1,90. 80,000 വ്യത്യാസം. 80,000 രൂപ, ഏകദേശം 80 നീറ്റ് വണ്ടിയാണ് രൂപ മാറ്റം. ഓക്കെ, അതുപോലെ തന്നെ യെസ്, നമ്മൾ RR എന്ന് പറഞ്ഞ പോലെ അവിടെ 22 മോഡൽ വണ്ടി RR 310. എങ്ങനെയാണ് 22 മോഡൽ 10,000 കിലോമീറ്റർ 2,00,000 മോഡൽ അല്ലേ? RR ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഇതിന് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മറ്റേ മൊബൈൽ സ്ക്രീൻ കാണുന്ന പോലത്തെ ഒരു ഫീൽ ആണ് ഉണ്ടാവുക. കണ്ടോ, നല്ല അടിപൊളി ഒരു സ്ക്രീന് കാര്യങ്ങൾ, ഡിജിറ്റലി ആയിട്ടുള്ള, അത് കളർഫുൾ ഡിജിറ്റൽ കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചോദിക്കണത്?
2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ 2 ലക്ഷം 2 ലക്ഷം രൂപ 2022 മോഡൽ. സെറ്റ് പവർ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ BMW എംബ്ലം ആണെങ്കിൽ എത്ര ആവും? അത് മേളിൽ പോകും. എങ്ങനെ ആവും? 2 ലക്ഷം മേളിൽ പോകും. അതെന്തുകൊണ്ട് അങ്ങനെയാണ്? സെയിം വണ്ടി തന്നെയാണ്. മാത്രം ബ്രാൻഡ് മാറിയില്ല. എന്റെ ഒരു അഭിപ്രായം BMW മറ്റേ മാതിരി പ്രൗഡി കളി മാറി. കാരണം ഇതിന്റെ സെയിം എഞ്ചിന് സെയിം ബോഡി ലുക്ക് എല്ലാം സെയിം അല്ലേ? ഒരു മാറ്റമില്ലല്ലോ. BMW ആണെങ്കിലും സെയിം അല്ലേ വരുന്നത്? ഇതിന്റെ സെയിം കിറ്റ് അല്ലേ BMW വരുന്നത്? കിറ്റിന്റെ കാര്യം എനിക്ക് കൺഫേം അല്ലത്. കിറ്റിന്റെ കാര്യം കൺഫേം അല്ല. സെയിം ലുക്ക് സെയിം തന്നെയാണ്. എല്ലാം സെയിം. എന്റെ അഭിപ്രായത്തിൽ ഇത് BMW സെയിം, അതായത് എംബ്ലം അല്ലാത്ത നമ്മളെ മാരുതിന്റെ മറ്റേ സുസുക്കി ഗ്ലാൻസ അതുപോലെ തന്നെ ബലേനോ വരുന്നില്ലേ, സെയിം വരെ എനിക്ക് ഫീൽ ചെയ്യണത്. കാര്യം വേറുള്ള ഒരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ സർവീസ് കോസ്റ്റിലൊക്കെയാണ് ഈ BMW നല്ല കടത്തി വിട്ടു. അപ്പോൾ ഇത് അപ്പാച്ചി ആകുമ്പോൾ TVSന്റെ വണ്ടി ആകുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് TVSന്റെ വണ്ടി ആകുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് സർവീസ് കോസ്റ്റ് BMWനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും. പിന്നെ വണ്ടി വാങ്ങുമ്പോഴും കുറച്ച് കുറവുണ്ടാവും. കൊണ്ട് നടക്കുമ്പോൾ ഉള്ളിലൊരു സമാധാനം ഉണ്ടാവും. സർവീസ് ആണെങ്കിലും മെയിൻ്റെനൻസ് ആണെങ്കിലും കുറച്ച് കുറയും. പക്ഷേ BMW അതൊരു പ്രീമിയം ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു വാല്യൂ അതിനുണ്ടാവും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് 2 ലക്ഷം രൂപ? 22 മോഡൽ വണ്ടിയാണ്. 22 മോഡലാണ്. 10,000 കിലോമീറ്റർ. 2 ലക്ഷത്തിനൊക്കെ താഴെ നിങ്ങൾ വന്ന് സ്വൽപ്പന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. ഒന്ന് ഇട്ടോക്ക്. അത് മാത്രമല്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് നോക്കുക. ഇവിടേക്ക് കിട്ടത്തില്ല. കൺഫേം ആയിട്ട് കിട്ടത്തില്ല. ഒരു ഷോപ്പിന് കൊടുക്കാൻ പറ്റത്തില്ല. അത് മതി. RR 310 തന്നെ വീണ്ടും വരുന്നുണ്ടല്ലോ. അതെ, 2019 വണ്ടിയാണ്. ഞാൻ ഈ വണ്ടി എടുത്ത് 1,43,000 രൂപക്കാണ്. വണ്ടി നോക്കുകയാണെങ്കിൽ പക്ക അത്യാവശ്യം ക്വാളിറ്റി വണ്ടിയാണ്. 16 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ 1-2 ചെറിയ സ്ക്രാച്ച് ഇവിടെ ഉണ്ട്. അല്ലാതെ മേജർ പ്രശ്നമുള്ള കാര്യമൊന്നും ടയർ ചെയ്യുന്നില്ല. പക്കയാണ്. ഒക്കെ സെറ്റ് ആണ്. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇവരെ പേജിൽ ചെക്ക് ചെയ്യാം. അതുമല്ല ഇവരെ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ വീഡിയോ കോൾ സഹിതം. അതല്ല നിങ്ങളെ വീട്ടുമുറ്റത്ത് വണ്ടി കൊണ്ടുവരുന്നു. അതിലും വലിയ ഓഫർ അത് മാത്രമല്ല, നമ്മളെ പേജിൽ കാണുമ്പോൾ ഇട്ടിരിക്കുന്ന വിലകളെ കുറച്ച് കൂടുതലിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ സ്പൾബറിന് വീഡിയോ വിളിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോഴേ നമുക്കത് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. കാര്യം ഇത് പെട്ടെന്ന് പറഞ്ഞ പ്രൈസുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് V4 ആണ്. M എഡിഷൻ ആണ് അല്ലേ? അതെ, M എഡിഷൻ ആണ്. ഇതെന്താ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ കുറച്ച് താഴ്ത്തി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നോർമൽ ആണ്. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് RR 310 എടുത്തിട്ടായിട്ട് തോന്നിയതാട്ടോ. സോറി, പുറത്തുള്ള V4 കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സെയിം ആണ്. ഓക്കെ, ഇത് 2022 മോഡൽ വണ്ടിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഞാൻ 1,43,000 എനിക്ക് എക്സ്പെൻസ് ഇല്ല, 1,45,000 ആയതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം തരാൻ പറ്റുമെങ്കിൽ തന്നിട്ട് കൊണ്ടുപോയിക്കോ. എന്തെങ്കിലും ലാഭം, കുഴപ്പമൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും. ഓരോരോ വെറൈറ്റി ഓഫറാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് കളർ V3 അല്ല സോറി V4. ഇത് 2022 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 21-22 വണ്ടിയാണ്. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓൾമോസ്റ്റ് വലിയ കിലോമീറ്റർ ഓടിയിട്ടില്ല. വണ്ടി നോക്കുകയാണെങ്കിൽ നീറ്റ് വണ്ടിയാണ്. കണ്ടീഷൻ വണ്ടിയാണ്. എല്ലാം ഓക്കെയാണ്. അതെ, ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ 1,43,000 രൂപ കൊടുത്തേക്കാം. 1,43,000 രൂപ. ഓക്കെ, അതുപോലെ തന്നെ ഒരു V3 കിടപ്പുണ്ട്. V3 പൊതുവെ കുറവാണല്ലോ. അതെ, വണ്ടികളെ വന്നപ്പം പോകും. V3 ഇല്ലല്ലോ. V3 ഇല്ല, ഒറ്റ വണ്ടിയുള്ളൂ. V3 ഇല്ല, ഒറ്റ വണ്ടി. ഇനൊരു വണ്ടി കൂടി വരാമല്ലോ നമ്മളത്. ഒരു ബുള്ളറ്റ് കൂടെ വരാം. ഈ ഒരു V3 ആണ് എങ്ങനെ ചോദിക്കും? ഇതാകുമ്പോൾ 2020 മോഡൽ വണ്ടിയാണ്. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി ഒരു 1,20,000 രൂപ കൊടുത്തേക്കാൻ വേണ്ടി 1,20,000 രൂപയ്ക്ക് നമുക്ക് V3 കൊടുത്തേക്കാം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തെല്ലാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞോളൂ. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാൻ പറ്റും. പിന്നെ വണ്ടികൾ വിളിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പരിഹരിച്ച് 100% തരുന്നതായിരിക്കും. ഒരാളെപ്പോലും നമ്മൾ വിഷമിച്ച് കൊടുക്കത്തില്ല വണ്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഓഫറാണ്. ഇപ്പം കൊടുത്തിരിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് ആണ്. ഇതിനൊക്കെ ഓഫർ ആണല്ലോ 1,20, 1,40, 1,45 പറഞ്ഞിട്ടുണ്ട്, 1,50 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടികളൊക്കെ എല്ലാ അത്യാവശ്യം നല്ല ഓഫറാണ്. നിങ്ങൾക്ക് ബെസ്റ്റ് ആണ്. ഈ വീഡിയോ കാണുന്നവർക്കാണ് ഏറ്റവും ബെസ്റ്റ് ഓഫർ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി ക്വാളിറ്റിയുടെ കാര്യത്തിലും അതേപോലെ തന്നെ വണ്ടിയുടെ വിലയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ വിശ്വസിച്ച് വണ്ടി എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണ്ടു. യെസ്, ഇന്ന് ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? യെസ്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി എന്തെല്ലാം ഓഫറുകളാണ് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാൻ? ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും വലിയ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി കണ്ടുകൊണ്ട് വീട്ടിലെത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും വലിയ ഓഫർ. കേരളത്തിൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ആൾക്കാർ വീടിന്റെ അകത്ത് വണ്ടി എത്തും. വീടിന്റെ അകത്ത് വണ്ടി എത്തും. അതായത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് കമന്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഫോൺ വിളിച്ച് ഇവരോട് പറയുക. ആ വണ്ടി നിങ്ങളെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവരും. എത്തുന്നതിന് മുമ്പായിട്ട് ഈവൻ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും നമ്മൾ വീഡിയോക്ക് അത് ഫുൾ കാണിച്ചു തരും. എന്തിനും കംപ്ലൈന്റ് പറഞ്ഞു തരും. എന്നിട്ട് മാത്രമേ വണ്ടി വീട്ടിൽ എത്തിച്ചേരത്തുള്ളൂ. അതെ, അതായത് ഇപ്പോൾ ഒരു V4 ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ V4 റെഡ് ഉണ്ട്,
RS ഉണ്ട്. ഈ RS ആണെങ്കിലും ഏത് വണ്ടി ആണെങ്കിലും നിങ്ങൾക്ക് ബോഡി മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ചേസ് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, ടയർ ഇത്ര കുറവുണ്ട്, എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും നിങ്ങളത് പറഞ്ഞു കൊടുത്തിട്ട് കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വണ്ടി എടുത്താൽ മതി. ഞാൻ പറഞ്ഞ മറ്റേ ബുള്ളറ്റ് ഓഫർ ഒരു ബുള്ളറ്റ് ഓഫറിലും കൂടി ഉണ്ട്. അതിലൂടെ അങ്ങനെ പോര്, കയറി വാ. ഓക്കെ, ഒരു ഓഫർ വണ്ടി ഇതാ. ഒരു നമ്മളെ മെയിൻ ആളാണ് ഓടിച്ചു വരുന്നത് കേട്ടോ. നമ്മളെ മെയിൻ ആളാണ്. നിങ്ങൾ പേരെന്തേനി? ആഷിഖാണ് ഓടിച്ചു വന്നത്. ഓഫർ വണ്ടി എടുത്തിട്ടുള്ളൂ, പെയിന്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പെയിന്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, വണ്ടി എടുത്ത് വന്നിട്ടുള്ളൂ. കഴുകിട്ട് പോലും വണ്ടി കഴുകിട്ട് പോലും ഇല്ല. ഞാൻ മുന്നിലേക്ക് വരാം, അതിലൂടെ വരാൻ ഞാൻ കേട്ടോ. മുന്നിൽ ആണ്ട് പറഞ്ഞോളി മുസക്ക. അടിപൊളി വണ്ടിയാണ്. റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് ആണ് അല്ലേ? അല്ല, സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആണ്. കവർ കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, ക്രാഷ് ഗാർഡ്, അങ്ങനെ എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. ഓക്കെ, വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. 17 മോഡലാണ്. 17 മോഡലാണ്. ഇതാണ് നമ്മളൊരു വണ്ടി കൂടി വരാണ്ട് എന്ന് പറയുന്നത്. ഈ വണ്ടിന്റെ പ്രൈസ് എങ്ങനെയാണ് മുസക്ക? ഈ പ്രൈസ് വെറും 70,000 രൂപ. 70,000 രൂപക്ക് 17 മോഡൽ സ്റ്റാൻഡേർഡ്. അതെ, 500 ആണ്. 500 ആണ്. ഓ, ഇത് 500 cc ആണ് കേട്ടോ. 500 cc ആണ്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ് 500 cc തന്നെ. 500 cc അല്ല, പവർ കാര്യങ്ങളുണ്ട്. അതന്നെ ഞാൻ അങ്ങോട്ട് ഓടിച്ചു പോയപ്പോൾ എനിക്ക് കുറച്ച് ഫീൽ ചെയ്തു. സാധാരണ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം നല്ല മൂവ്മെന്റ് ആകുന്നുണ്ട്. പിന്നെ നമ്മളെ ലൊക്കേഷൻ പറയാണ്ട്, അതുപോലെ തന്നെ നമ്മളെ കുറച്ച് കാര്യങ്ങളൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാണ്ട്, അതും കൂടി നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, പിന്നെ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കൂടി വരും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക, യൂസർ ബൈ കേരള അല്ലെങ്കിൽ സ്പൾബർത്ത് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ ഫോളോ ചെയ്തേക്കുക. അതുപോലെ തന്നെ ആ റീല് കാണുക, അതിൽ കുറച്ച് കാര്യങ്ങൾ വേറെയും തരുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. ലൊക്കേഷൻ വരുന്നത് നമ്മൾ ആലപ്പുഴ ടൗണിൽ തന്നെയാണ്. ബസ്സിൽ വരുന്നവർക്ക് 1 കിലോമീറ്റർ, ട്രെയിൻ വരുന്നവർക്ക് 4 കിലോമീറ്റർ മാത്രമേ. ഫ്ലൈറ്റ് വരുന്നവർക്ക് കിലോമീറ്റർ ഇല്ല, ഫ്രീ ആണ്. എവിടെന്നെങ്കിലും ചാടിയാൽ മതി. അതായത് നമ്മുടെ ടൗൺ ഹാള്. അതെ, ടൗൺ ഹാൾ അല്ല, ഇത് ജില്ലാ കോടതി. ജില്ലാ കോടതി എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്, അറിയാമോ? അപ്പൊ ജില്ലാ കോടതിയിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ചുരുക്കം ആൾക്കാർക്കും കോടതി വരേണ്ട ആവശ്യമുള്ളത്. കോടതി വരാതിരിക്കട്ടെ, നല്ല പയ്യന്മാരായിരിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ കോടതിക്ക് നിങ്ങൾക്ക് വരേണ്ടി വരില്ല. പിന്നെ നമ്മളെ കറക്റ്റ് ഗ്യാരേജിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞത്, നമ്മുടെ കിടങ്ങാമ്പറമ്പ് അമ്പലത്തിന് അവിടെ നിന്ന് ഒരു 150 മീറ്റർ മാത്രമേ ഉള്ളൂ. വരുന്നാൽ നമുക്ക് ഫുൾ ലൊക്കേഷൻ നമ്മുടെ യൂട്യൂബ്, നമ്മുടെ ഗൂഗിൾ കിടപ്പുണ്ട്, ലൊക്കേഷൻ കിടപ്പുണ്ട്. ഇവിടുന്ന് ഇവിടുന്ന് ഒരു ഹെലികാം വിസിൽ നമ്മൾ മുകളിലേക്ക് വന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് വിസിൽ കാണിച്ചാൽ നമ്മൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് നമ്പർ നമ്മൾ മൊത്തം സെറ്റ് അല്ലേ? ഫുൾ സെറ്റ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരാണെങ്കിൽ അതെ, ഉറപ്പായിട്ടും നല്ല ഓഫറുകൾ. ഇതല്ലേ ഓഫർ? ഓഫറില്ല എന്നൊക്കെ നമുക്ക് കൊടുക്കാൻ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല, ചെയ്യാൻ കുഴപ്പമില്ല. അപ്പം ഞാനല്ല കേട്ടോ, മൂസിനാണ് ക്യാമറ. അപ്പൊ എന്തായാലും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്തോളി, ബെല്ലൈക്കൺ വർത്തിയോളി. കാരണം ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുകൾ ഇനിയും നിങ്ങൾക്ക് കാണേണ്ടി വരും. മോജോക്കെ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും. അപ്പൊ സെറ്റ് ആക്കിയോളി. ഓക്കെ, ബൈ, താങ്ക് യു. ഇത്രയും ക്ഷമയോടെ നിങ്ങൾ കണ്ടതിൽ ഓക്കെ, താങ്ക് യു. ഈ കഷ്ടപ്പെട്ട് നമ്മളെ ഹെലികാം വിഷലൊക്കെ എടുത്തു തന്നതാണ് നമ്മളെ എബിച്ചേട്ടൻ അല്ലേ? നമ്മളെ സ്വന്തം ആളാണ്. നല്ല അടിപൊളി ഒരു ഹെലികാം കാര്യങ്ങളെല്ലാം മൂപ്പര് കൊണ്ടുവന്നിട്ട് നമുക്ക് മാക്സിമം അടിപൊളി വിഷ്വലുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും എബിച്ചേട്ടാ, ഇങ്ങനത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് പറഞ്ഞെടുത്തോളെ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ebi/job എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ എബിച്ചേട്ടനെ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അങ്ങനെ ഒരു വീഡിയോ എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ ചേട്ടാ, നിങ്ങളിവിടെ ഇതിൽ